116 വർഷം പഴക്കവും പാരമ്പര്യവും തിരുവനന്തപുരത്തിൻ്റെ തന്നെ സിരകളിൽ ലയിച്ച കേരളോപതി പത്രത്തിൻ്റെ ഇപ്പോഴത്തെ തലമുറയിലെ മൂത്തയാളാണ് ഞാനും പത്രപ്രവർത്തകയാണ്. അത് അങ്ങനെ വന്ന് സംഭവിച്ചു. എൻ്റെ അപ്പൂപ്പൻ്റെ നിന്നാണ് ഞാനത് എനിക്ക് അതിൽ താല്പര്യം വരുന്നത് തന്നെ. കാരണം കുഞ്ഞുനാൾ മുതൽ ഞാൻ അപ്പൂപ്പൻ്റെ കൂടെയാണ് കിടക്കാറുള്ളത്. അപ്പം രാത്രി അപ്പൂപ്പൻ ഓഫീസിൽ പോയിട്ട് ഈ ഫസ്റ്റ് എഡിഷൻ, അന്ന് ഡാർക്ക് എഡിഷൻ അങ്ങനെയൊക്കെ വേറെ ടെക്നിക്കൽ നെയിംസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് 9 മണിക്ക് അടിക്കും. അപ്പോൾ അത് പോയി ഒന്നെടുത്ത് അത് നോക്കി അത് വേണ്ട കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഈ മെഷീൻ്റെ ഇടയിൽ കൂടെ കഴിഞ്ഞ് നടക്കുക, ഈ പ്രിൻ്റ് ചെയ്ത് വരുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുക, അതൊക്കെയായിരുന്നു എൻ്റെ ഒരു ഹോബി. പിന്നെ അങ്ങനെ വന്നിട്ടാണ് എനിക്ക് ഈ ജേർണലിസത്തിലോട്ട് ഇതായത്. പക്ഷെ ആ സമയത്തും എനിക്കൊരു ഡോക്ടറായാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അമ്മ ഡോക്ടറാണ്. അപ്പോൾ ഒരു ഡോക്ടറാകുമ്പോൾ നമുക്ക് പൊതുസേവനം, പിന്നെ ഞാൻ ഈ അമ്മയെ കൊണ്ടാക്കാനായിട്ട് എല്ലാ ദിവസവും മെഡിക്കൽ കോളേജിൽ പോകും. അപ്പം ആ സമയത്ത് അവിടെ ഒരുപാട് രോഗികൾ ഇങ്ങനെ നിൽക്കുന്നതും അപ്പം അവരെ കണ്ടപ്പോൾ നമുക്കൊരു സഹാനുഭൂതി തോന്നുമല്ലോ. അങ്ങനെ തോന്നിയിട്ട് എനിക്ക് ഡോക്ടറായാൽ കൊള്ളാം. പക്ഷെ അത് നാമ്പെടുക്കുന്നതിന് മുമ്പ് തന്നെ അത് കരിഞ്ഞു പോയി. കാരണം എൻ്റെ മൂന്നാം ക്ലാസ്സിലായിരുന്ന സമയത്ത് എനിക്കൊരു അപ്പൻഡിസൈറ്റിസ് ഓപ്പറേഷൻ വേണ്ടി വന്നു. ആ സമയത്ത് ആണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് എനിക്ക് എഫക്റ്റീവായിട്ട് ഒരു ഡോക്ടറാവാൻ ഒക്കില്ല. കാരണം ഡോക്ടറാവണമെങ്കിൽ നമുക്ക് 2 കൈയും വേണം. അത് എനിക്ക് ദൈവനിശ്ചയത്താൽ എനിക്ക് ആ ഒരു കൈയുടെ സ്വാധീനമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അത് ഞാൻ ആ സമയം അപ്പാടെ ഉപേക്ഷിച്ചു. പിന്നെ എൻ്റെ മനസ്സിൽ അത് വെച്ചിരുന്നില്ല. പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ ശരിയാണ്, എനിക്ക് അത് പബ്ലിക്കിനെ സെർവ് ചെയ്യാൻ നോക്കും ആസ് എ പ്രസ് പേഴ്സൺ. അങ്ങനെ ഞാൻ അച്ഛനും ഒക്കെ ആയിട്ട് അപ്പം ആ സമയത്തൊക്കെ ഒരുപാട് രാഷ്ട്രീയക്കാര്, AK ആന്റണി, എന്തിനാ VK കൃഷ്ണമേനോൻ, ഇവരൊക്കെ നമ്മൾ അച്ഛനെ കാണാനായിട്ട് വീട്ടിൽ വരുന്നിട്ടുണ്ട്, കുമാരപുരത്തെ വീട്ടിൽ. അപ്പം അവരുമൊക്കെ ആയിട്ട് ഇടപഴകുകയും അങ്ങനെയായിരുന്നു എൻ്റെ ഒരു കുട്ടിക്കാലം. കൂടുതലും രാഷ്ട്രീയക്കാരും അങ്ങനെയൊക്കെ ഉള്ളവരുമായിട്ടാണ് എൻ്റെ കുട്ടിക്കാലം. എൻ്റെ കുട്ടിക്കാലം ഒരു കുട്ടികളുടെ ഒപ്പം അല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പിന്നെ അച്ഛൻ്റെ ഒരു ഫോൺ അറ്റൻഡർ ഞാനാണ്. ഇപ്പം രാവിലെ വരുമ്പം വിളിക്കുമ്പോൾ ഇവരെല്ലാവരും രാഷ്ട്രീയക്കാരാണ്. വക്കം പുരുഷോത്തമൻ, വയലാർ രവി, അങ്ങനെയുള്ള ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാരും അല്ലാത്തവരും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ഇടപഴകലും അങ്ങനെ ഞാൻ യാദൃശ്ചികവശാൽ ഇതിലോട്ട് വന്നു. യാദൃശ്ചികവശാൽ എന്ന് പറഞ്ഞാൽ അതിനൊരു ഇതുണ്ട്. ഞാൻ BA വിമൻസ് കോളേജിൽ BA പഠിച്ചുകൊണ്ടിരിക്കവേ സെക്കൻഡ് ഇയർ ആയപ്പം മാഗസീൻ എഡിറ്ററായിട്ട് ഒരു ഇത് കൊടുത്തു ഇലക്ഷന്. എൻ്റെ ആദ്യത്തെ ഇലക്ഷനായിരുന്നു അത്. അപ്പം ഞാൻ ലാസ്റ്റ് മിനിറ്റ് എൻ്റെ ഒപ്പോണൻറ്റ് ആ കുട്ടി അങ്ങ് വിഡ്രോ ചെയ്തു. അപ്പം എനിക്ക് ആ ഇലക്ഷൻ ഫൈറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ത്രില്ലില്ലാതെ പോയി. ഇലക്ഷൻ ഡിക്ലെയർഡ് അൺഒപ്പോസ്ഡ് ആയിപ്പോയി. അങ്ങനെ ആ ത്രില്ല് പോയി. പക്ഷെ ആ സമയത്താണ് ഞാൻ ഡൽഹിയിൽ പോണതും രാജീവ് ഗാന്ധിയുമായിട്ടൊരു ഇൻ്റർവ്യൂ. അതിൽ ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻസും ഇല്ലായിരുന്നു. അപ്പം രാജീവ് ഗാന്ധി വാസ് ഓൾസോ ക്വൈറ്റ് ടേക്കൺ എ ബാക്ക്. എന്നാൽ സ്റ്റുഡൻസ് വന്നിട്ട് ഇങ്ങനെ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുക. അങ്ങനെ എന്നിട്ട് രാജീവ് ഗാന്ധി ചോദിക്കുകയും ചെയ്തു ആ കുട്ടികൾ എവിടെ നിന്നാണ്. അപ്പം അവരുടെ ഒരു സ്റ്റാഫ് വന്നിട്ട് ഞങ്ങൾ ചോദിക്കുകയും ചെയ്തു നമ്മൾ ഏത് കോളേജിൽ നിന്നാണ്, എവിടെ നിന്നാണ്, എന്താണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്. ബാക്ക്ഗ്രൗണ്ട് എല്ലാം അവർക്കറിയാം, പക്ഷെ എന്നാലും ഒന്നുകൂടെ പ്രൈം മിനിസ്റ്റർ വാണ്ട്സ് ടു നോ. 7 റേസ് കോഴ്സ് റോഡാണ് അന്നത്തെ പേര്. രാജീവ് ഗാന്ധിയെ ഫേസ് ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ അതൊരു കറക്കൂത്തായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ മാഗസീനിൽ എന്തെങ്കിലും ഒരു പുതുമ വേണ്ടേ.
അപ്പോൾ എല്ലാവരും ക്രിക്കറ്റേഴ്സായിട്ടുള്ള ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അന്ന് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഒരു കളി ഉണ്ടായിരുന്നു, എനിക്കൊന്ന് വിൻഡീസും ഇന്ത്യ ആയിട്ടാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. രവി ശാസ്ത്രി, കപിൽ ദേവ്, സന്ദീപ്, പുള്ളിയുടെ പേര് കിർമാണി, എവിടെയൊക്കെ ഗ്രൂപ്പാണത്. അപ്പോൾ അവരെല്ലാവരും കൂടെ ഒന്ന് കളിച്ചു. അപ്പോൾ ഞങ്ങളുടെ മാഗസീന് വേണ്ടി വേറൊരു ടീം പോയി അവരെ ഇൻ്റർവ്യൂ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് വൈ നോട്ട് ഹാവ് എ ഇൻ്റർവ്യൂ വിത്ത് പ്രൈം മിനിസ്റ്റർ. ഒരിക്കലും സാധിക്കില്ല എന്ന് വിചാരിച്ച സംഭവമാണ്. പക്ഷെ ഞങ്ങളിന്ന് ഹൃദയകുമാരി ടീച്ചറായിരുന്നു പ്രിൻസിപ്പൽ. ഹൃദയകുമാരി ടീച്ചറിന് ചോദിച്ചു, ടീച്ചർ പറഞ്ഞു ഓഫ് കോഴ്സ് നിങ്ങൾ ട്രൈ ചെയ്യൂ എന്ന് പറഞ്ഞു. ടീച്ചറിന് ഒരു ഉറപ്പുമില്ലായിരുന്നു ഞങ്ങൾക്ക് കിട്ടുമെന്ന്. പക്ഷേ നരേന്ദ്രൻ അങ്കിൾ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ വി കുഡ് ഗെറ്റ് അപ്പോയിൻമെൻറ്റ്. അതും അപ്പോയിൻമെൻറ്റ് നിശ്ചയിക്കാതാണ് ഇവിടുന്ന് ട്രെയിൻ കയറുന്നത്. അന്ന് ട്രെയിനും പ്ലെയിനും മാത്രമേ ഉള്ളൂ, കേരള എക്സ്പ്രസ് മാത്രമേ ഉള്ളൂ ഇവിടുന്ന് പോണ, 3-ൻ്റെ അന്നേ അങ്ങ് എത്തുള്ളൂ. അങ്ങനെ ഇവിടുന്ന് കയറി ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഞാൻ എല്ലാ ദിവസവും നരേന്ദ്രൻ അങ്കിളിനെ വിളിക്കും. 3-ാമത്തെ ദിവസം വിളിച്ചപ്പോൾ നരേന്ദ്രൻ പറഞ്ഞു ഇങ്ങനെ ഡേറ്റ് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ രാവിലെ ഇത്ര മണിക്ക് അവിടെ എത്തണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി. എല്ലാവർക്കും ആദ്യം വിചാരിച്ച ഒരിക്കലും നടക്കാത്ത സംഭവം വേണ്ടാണ് വിചാരിച്ചത്. പക്ഷെ പെട്ടെന്ന് നടന്നപ്പോൾ ഇങ്ങനെ രാജീവ് ഗാന്ധി വന്നപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും ഒരു ഇതായി, കാരണം ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. രാജീവ് ഗാന്ധി നല്ലൊരു സുമുഖനും എന്നാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരിൽ ആരിലും കാണാത്തൊരു പേഴ്സണാലിറ്റി ആയിരുന്നു രാജീവ് ഗാന്ധിയിൽ. ആ രാജീവ് ഗാന്ധി വന്നു, ഞങ്ങളെല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു ഐ ആം ദ ഗ്രൂപ്പ് ലീഡർ എന്നിട്ട് എല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. അദ്ദേഹം ഞങ്ങളോട് ഒരു 6-7 മിനിറ്റ് ഉണ്ടായിരുന്നു. അപ്പം പുള്ളിക്ക് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ തന്നെ ആ പുള്ളിക്ക് അതൊരു ഇതാണ്. ഞങ്ങൾ ഫ്രം കേരള. അപ്പം കേരള അന്ന് മറ്റേ ലിറ്ററസി റേറ്റിലൊക്കെ നിൽക്കുന്ന സമയവും. അങ്ങനെ ആ ഒരു ഇതിൽ ആണ് രാജീവ് ഗാന്ധിയായിട്ടുള്ള. അപ്പം രാജീവ് ഗാന്ധി ഞങ്ങളിങ്ങനെ ഒരുപാട് ഇപ്പം ആലോചിക്കുമ്പോൾ വിചാരിക്കും ചൈൽഡിഷ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചതെന്ന്. പക്ഷെ ഇപ്പം മോഡിയിട്ട് മറ്റേ ആ ഒരു പോഡ്കാസ്റ്റർ ലെക്സ് ഫ്രിഡ്മാൻ ചോദിച്ചതും വളരെ പേഴ്സണലായിട്ടുള്ള ചോദ്യങ്ങളാണ്. അബൌട്ട് ഹിസ് ചൈൽഡ്ഹുഡ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചോദിച്ചത്. ആൻഡ് ഹി വാസ് വെരി മച്ച് ഇംപ്രസ്ഡ്. അത് കണക്ക് ഞങ്ങളും ഈ രാജീവ് ഗാന്ധിയുടെ കാര്യത്തിൽ ഞങ്ങളും ഭയങ്കര ഇംപ്രസ്ഡ് ആയി. കാരണം പുള്ളിയുടെ പോളിറ്റിക്സും പോളിസീസും ഒന്നും ഞങ്ങൾ ടച്ച് ചെയ്തില്ല. ടച്ച് ചെയ്യാതെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള, പിന്നെ ഹൗ വാസ് ഇറ്റ് ലൈക്ക് വിത്ത് ബിറ്റ്വീൻ യു ആൻഡ് സഞ്ജയ് ഗാന്ധി അങ്ങനെയൊക്കെയുള്ള വളരെ ഇതായിട്ടുള്ള, ഇത് ഇന്ദിരാഗാന്ധിയായിട്ടുള്ള ഇതും അങ്ങനെയൊക്കെയുള്ള വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതാണ് പുള്ളിക്കൊരു അതിശയം തോന്നിയത്. കാരണം പുള്ളര് സാധാരണ ഒന്നും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാറില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് അപ്പോൾ ആ സമയം അച്ഛൻ എന്നെ പ്രസിൽ ഓഫീസിലോട്ട് വിളിപ്പിച്ചു, കലാകൗമുദി ഓഫീസ്. അന്ന് കലാകൗമുദി ഓഫീസ് കേരള കൗമുദി ഓഫീസിൻ്റെ ബാക്കിലായിരുന്നു, ആ റെയിൽവേയുടെ ബിൽഡിങ്ങിൻ്റെ. ആ ബിൽഡിങ് ഇപ്പോൾ അവിടെ ഇല്ല. അത് കലാകൗമുദി ഓഫീസായിരുന്നു. അപ്പോൾ അച്ഛൻ അവിടെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് പ്രൂഫിൽ പോയിരിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്കന്ന് പ്രൂഫ് റീഡിങ് എന്താണെന്നൊരു പിടിയില്ല. അങ്ങനെ അവിടെ ചെന്നിരുന്ന് പ്രൂഫ് റീഡിങ് എന്താണെന്ന് പഠിച്ചെടുത്തു. അപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല അച്ഛൻ എന്താണ് മനസ്സിലുള്ള ഡിസൈൻ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അച്ഛനും ഞാനും വൈകുന്നേരങ്ങളിൽ ഒരുമിച്ച് തിരിച്ച് വീട്ടിൽ വരിക, അങ്ങനെയായി. അപ്പോൾ ഉച്ചയ്ക്ക് എൻ്റെ ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ ഞാൻ നേരെ അങ്ങ് ഓഫീസിൽ ചെല്ലും. അവിടെ ചെന്ന് മിക്ക സമയവും എഡിറ്റോറിയലിൻ്റെ പ്രൂഫ് നോക്കും. അത് മിക്കവാറും ഞാനും വേറൊരു സാറുണ്ട്, അപ്പം ഞാൻ ഒറിജിനൽ മാറ്റർ നോക്കും, സാറ് മറ്റത് വായിക്കും. അങ്ങനെയാണ് പണ്ടത്തെ പ്രൂഫ് റീഡിങ് സിസ്റ്റം. ഇപ്പോഴൊക്കെ പ്രൂഫ് റീഡിങ് എന്ന് പറഞ്ഞാൽ വേറൊരു ലെവലിലാണത് നടക്കുന്നത്. അങ്ങനെ തുടങ്ങി. 3rd ഇയർ ആയപ്പം ഞാൻ കൗൺസിലറായിട്ട് നിന്നു, ഇൻഡിപെൻഡൻ്റ് ആയിട്ട്. അതിലും ഫസ്റ്റ് കൗൺസിലറായിട്ട് എലക്റ്റഡ് ആയി. വേറെ KSUവിലൊരു കുട്ടിയാണ് സെക്കൻഡ് ഇതിലായത്.
ആ കൗൺസിലർ ആയതിൻ്റെ പിറ്റേന്ന് തന്നെ SFIയിൽ ജോയിൻ ചെയ്തു. ശിവൻകുട്ടിയായിരുന്നു അന്ന് സംസ്ഥാന പ്രസിഡന്റ് SFIയുടെ. അങ്ങനെ ആ രാഷ്ട്രീയവും അങ്ങനെ കുറച്ച് രാഷ്ട്രീയമൊക്കെ കളിച്ചു. പക്ഷെ രാഷ്ട്രീയം എന്നെ അധികം ഇംപ്രസ് ചെയ്തില്ല. ഞാൻ വീണ്ടും പത്രപ്രവർത്തനത്തിലോട്ട് തന്നെ വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡൽഹിയിലോട്ട് പോകണം. ഡൽഹിയിലോട്ട് പോയത് അതിൻ്റെ ഇടയ്ക്ക് കഥയുടെ എഡിറ്ററായിരുന്നു, കഥ ദ്വൈവാരികയുടെ. അപ്പൊ കഥ ദ്വൈവാരികയുടെ എഡിറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ വേറെ വലുതായിട്ടൊന്നും ചെയ്യാനില്ല. പക്ഷെ അതും കഥയുടെ ഒരുപാട് കഥാകൃത്തുകളെ ഞാൻ മീറ്റ് ചെയ്യാറുണ്ട്, അവരൊക്കെ ഓർക്കാറുണ്ട്. പക്ഷെ ഞാൻ പലരെ ഓർക്കാറില്ല, നമ്മളവരുടെ മുഖം കാണുന്നില്ല. അന്ന് ഇത് കണക്കുള്ളതൊന്നുമില്ല. നമ്മുടെ കത്തയക്കും അല്ലെങ്കിൽ ഫോൺ ചെയ്യും, കഥകൾ കാണുന്നില്ലല്ലോ എന്ന് വേണ്ടൊക്കെ. അതായിരുന്നു എൻ്റെ ശരിക്കും പറഞ്ഞാൽ ജേർണലിസ്റ്റിലേക്കുള്ള ശരിക്കും പറഞ്ഞാൽ ഒരു അൺഒഫീഷ്യൽ ബിഗിനിങ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഡൽഹിയിൽ പോയി. ഡൽഹിയിൽ പോയി കഴിഞ്ഞപ്പോഴും ഞാൻ അങ്ങനെ ഒരു ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടില്ല. കാരണം നരേന്ദ്രൻ സാറിൻ്റെ അതിലിരിക്കുക. അപ്പം എനിക്ക് റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ, ഒരു ABCD അറിഞ്ഞുകൂടാതാണ് ഞാൻ റിപ്പോർട്ടിങ്ങിലോട്ട് അങ്ങ് ത്രസ്റ്റ് ആവുന്നത്. അപ്പൊ അച്ഛനാണെങ്കിൽ ഡൽഹിയിൽ നിന്ന് തുടങ്ങിയതാണ്. ഞാനും സോ ഹാപ്പൻ ദാറ്റ് ഐ ഓൾസോ ഓപ്റ്റഡ് ഫോർ ഡൽഹി, അല്ലെങ്കിൽ ഡൽഹി ടുക്ക് മീ. അങ്ങനെ ഡൽഹിയിൽ പോയിട്ട് കരുണാകരൻ്റെ വൈഫ് മരിച്ച സമയം, ദാറ്റ് വാസ് മൈ ടേണിംഗ് പോയിന്റ്. ആ ദിവസം AICCയുടെ മീറ്റായിരുന്നു. അപ്പൊ ഇവിടുന്ന് പത്രക്കാരെല്ലാവരും ഒരു ബസ്സിൽ രാവിലെ അങ്ങ് കൊണ്ടുപോയി. അപ്പം INSൽ ആരുമില്ല, മേജർ പത്രങ്ങളിലുള്ള ആരുമില്ല. അപ്പൊ കരുണാകരനൊക്കെ പോകാനായിട്ടിരിക്കുന്നു അങ്ങോട്ട്. ആ സമയത്താണ് ഈ വാർത്ത വരുന്നത്, അദ്ദേഹത്തിൻ്റെ വൈഫ് മരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു നല്ല സമയമാണ്, ഒന്ന് പോയി കണ്ടോളൻസസ് പറഞ്ഞാലോ. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത് കേരള ഹൗസ് റൂം നമ്പർ 101 വെച്ചാണ്. ആദ്യമായിട്ട് കരുണാകരൻ ആസ് ചീഫ് മിനിസ്റ്റർ. അതുവരെ ഞാൻ പുള്ളിയെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ള കഥകളും എല്ലാം മാത്രമേ നമുക്കറിയാവുള്ളൂ. പക്ഷെ നേരിട്ട് കാണുന്ന ആദ്യമായിട്ട് അവിടെ വെച്ചാൽ thoroughly broken, നമ്മളെ വീരശൂര പരാക്രമി അങ്ങനെയൊന്നുമല്ല, ഒരു സാധാരണ ഒരു മനുഷ്യനായിട്ട്, പച്ചയായ ഒരു മനുഷ്യനായിട്ടാണ് കാണുന്നത്. അപ്പൊ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ഞാൻ മണിയുടെ മകളോ, അതെ, അവിടെ ഇരിക്കുമെന്നോ. ഞാൻ വിചാരിച്ചു പുള്ളി എന്തിനാണ് എൻ്റെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞ, ബാക്കിയുള്ളവരെല്ലാം കണ്ടങ്ങ് വിടുകയാണ്. അങ്ങനെ ഞാൻ അവിടെ ഒരു കോർണറിൽ ഒരു ടേബിളുണ്ട്, അത് അദ്ദേഹത്തിന് കഴിക്കാനുള്ള ടേബിളാണ്. അങ്ങനെ ഞാൻ അവിടെ പോയിരുന്നു. അന്ന് രാവിലെ തൊട്ട് ഒരു ഉച്ച വരെ വന്ന ആൾക്കാരുടെ എല്ലാം അത് വെച്ചിട്ടാണ് എൻ്റെ ഒരു റിപ്പോർട്ട് ഞാൻ എഴുതുന്നത്. അത് അച്ഛൻ പറയും ഞാൻ എഴുതിയ ഏറ്റവും ഹൃദയസ്പർശിയായിട്ടുള്ള റിപ്പോർട്ടാണ്. ഞാനത് ഓർക്കുന്നില്ല, നമുക്കന്ന് എല്ലാം ഒരു റുട്ടീൻ സംഭവങ്ങളായതുകൊണ്ട്, അങ്ങനത്തെ ഒരു ഇതായതുകൊണ്ട് ഞാനത് ഓർക്കുന്നില്ല ശരിക്കും എന്താണ് ഞാൻ എഴുതിയെന്ന് പോലും. അവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് തോന്നിയത് ഞാൻ ഇങ്ങനെ കുത്തിക്കുറിച്ചു, പേപ്പറിൽ കുത്തിക്കുറിച്ചു. പിന്നെ വന്ന ടെലിപ്രിന്ററാണ് നമ്മുടെ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഒരു ബോയ് ഉണ്ട്, ആ പുള്ളി വന്നിരുന്ന കീൻ ചെയ്യും. അപ്പം ഞാൻ ആ പുള്ളിയുടെ നിന്ന് അത് പഠിച്ചെടുത്തു, അത് കീൻ ചെയ്യാനായിട്ട്. അങ്ങനെ അത് പഠിച്ചെടുത്തു. അങ്ങനെ ഞാൻ തന്നെ എൻ്റെ സ്റ്റോറീസ് കൊടുക്കുമായിരുന്നു. ഈ പുള്ളിയുടെ ടൈമിങ് കഴിഞ്ഞിട്ട് വരുന്ന സമയങ്ങളിലോ അല്ലെങ്കിൽ നേരത്തെ ഉള്ള സ്റ്റോറീസോ വല്ലതും ഉണ്ടെങ്കിൽ കൊടുക്കാനായിട്ട്. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങി. പിന്നെ പാർലമെന്റിൽ പോയി അച്ഛൻ പാർലമെന്റിൽ ആ ഒരു സീറ്റുണ്ട്, ആ സീറ്റ് നമ്പർ ഞാൻ ഓർക്കുന്നില്ല. അത് സ്ട്രെയിറ്റ് എബവ് ദ സ്പീക്കർ ആയിരുന്നു, പഴയ ബിൽഡിങ്ങിൽ. ഇപ്പോഴത്തെ ബിൽഡിംഗ് അല്ല, പഴയ ബിൽഡിങ്ങിൽ നമ്മളുടെ കേരളകൗമുദിയുടെ സീറ്റായിരുന്നു. അങ്ങ് താഴെയല്ല, ജസ്റ്റ് ഒരു രണ്ടാമത്തെ റോയിൽ. അങ്ങനെ ആ ഒരു റോയിൽ ഞാനും പോയിരുന്നു. അവിടെ ഇരുന്നപ്പോൾ ഞാൻ ഓർത്തു,
അച്ഛനും ഇരുന്ന് പാർലമെന്റ് കവർ ചെയ്ത് അതേ കസേരയിൽ തന്നെ ഞാനും വന്നിരുന്നല്ലോ എന്നുള്ളത്, അതെനിക്ക് ഭയങ്കര ഇതായിട്ടുള്ളൊരു മൊമെന്റ് ആയിരുന്നു. പിന്നെ പ്രൊസീഡിങ്സും അങ്ങനെയൊക്കെയുള്ള ഒന്ന് ഐ വാസ് ദെയർ ഫോർ ഓൾമോസ്റ്റ് 4-5 years. പക്ഷെ അന്നത്തെ ഡൽഹിയും ഇന്നത്തെ ഡൽഹിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അങ്ങനെ ഇപ്പം അന്ന് ഡൽഹി എന്ന് പറഞ്ഞാൽ ഒരു ഉറങ്ങുന്ന ഒരു സ്ഥലമായിരുന്നു. ഒരു വലിയ ജീവിതം, ഒരു വലിയ ലൈഫൊന്നും ഇല്ല, ഈവനിങ് ലൈഫ് ഇല്ല. ഈവനിങ് ലൈഫ് ഉണ്ട് അറൗണ്ട് ഇന്ത്യ ഗേറ്റ്, കുട്ടികളും എല്ലാവരും വരും. ഇപ്പോഴത്തെ സ്കെയിൽ ഓഫ് ആ ഒരു ഇതില്ലായിരുന്നു. പിന്നെ കൊണോട്ട് പ്ലേസിൽ കുറച്ച് ഇതൊക്കെ കാണും. പാർലമെന്റിൽ ആ ബിൽഡിങ്ങിലോട്ട് ഞാനിങ്ങനെ ചെന്ന് കയറിയപ്പം ഞാൻ അന്തം വിട്ടുപോയി. കാരണം ഒന്നാമത് നമുക്കൊരു ഗ്രാഹ്യമില്ല. പിന്നെ അവരവിടെ ഈ ഓരോ ഗേറ്റ് ഈ ഏതിലേ കൂടെയാണ് കയറുന്നത് ഏതിലേ കൂടെയാണ് ഇറങ്ങുന്നതെന്ന് ഒരു പിടിയില്ല എനിക്ക്. എന്നാൽ അച്ഛനകത്ത് പറഞ്ഞു തന്നിട്ടുമില്ല. അപ്പൊ ഒരു പ്രസ്സാണോ, പ്രസ് ഈ വഴി കൂടെ, ആ വഴി കൂടെ ഞാൻ പറഞ്ഞു ഐ ആം ഫ്രം ദ പ്രസ്. അവ പറഞ്ഞു ആ പ്രസ്സും കൂപ്പറേ. അങ്ങനെ അവര് ഗൈഡ് ചെയ്ത് ഒരു സ്റ്റെയർവേ കാണിച്ചു തന്നു. അങ്ങനെ ആ ഇതിൽ കൂടെ കയറി. അപ്പോഴും ഞാൻ ആ സമയത്ത് ഞാൻ ആലോചിച്ചു, ചരിത്രം എത്രയോ കയറി ഇറങ്ങിയ ആ കോറിഡോഴ്സിൽ കൂടെയാണ് ഈ ഞാനും നടക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചു. കാരണം നമ്മുടെ ആ ഇൻഡിപെൻഡൻസ് സമയവും എല്ലാം മനസ്സിൽ കൂടെ ഒന്ന്, നമ്മൾ ആ സമയത്തില്ലെങ്കിലും അതിൻ്റെയൊക്കെ ഇത് റീലും എല്ലാം നമ്മുടെ ഈ അന്നൊക്കെ ന്യൂസ് റീലുണ്ട് സിനിമയ്ക്ക് പോകുമ്പം, അതിലൊക്കെ കണ്ടതെല്ലാം ഇങ്ങനെ മനസ്സിൽ കൂടെ വരെയും പാർലമെന്റിലെ പ്രസംഗങ്ങളും എല്ലാം ഇങ്ങനെ റിസൗണ്ട് ചെയ്ത് നമുക്ക് തോന്നി. PV നരസിംഹറാവു മൈനോറിറ്റി ഗവൺമെന്റ്. അതിലാണ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നത്, ബെയിൽ ഔട്ട് ഓഫ് നരസിംഹറാവു ഗവൺമെന്റ്. അതിൻ്റെ ഇതില് അതിൻ്റെ കീ പ്ലെയേഴ്സ് വേർ K. കരുണാകരൻ ആൻഡ് ബൂട്ടാ സിംഗ്. അവരായിരുന്നു ശരിക്കും പറഞ്ഞാൽ ബെയിൽ ഔട്ട് ചെയ്തത്. അല്ലെങ്കിൽ ആ ഗവൺമെന്റ് കൂടെ ഫോളൻ. അന്ന് രാത്രി ഞാനാണെങ്കിൽ ആ CTO അടച്ചു, ഈ സ്റ്റോറി കൊടുക്കണം. രാത്രിയാണ് ഇതെല്ലാം നടക്കുന്നത്. ഇപ്പോഴൊക്കെ എല്ലാം പകലൊക്കെ ഉണ്ട്, അന്ന് ഈ രാത്രിയാണ്. ഈ അർദ്ധരാത്രി എവിടെ സ്റ്റോറി എങ്ങനെ കൊടുക്കും? പിന്നെ ഓഫീസിലോട്ട് ഫോൺ ചെയ്യാനേ STD ബൂത്തുകളില്ല. അങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ വിളിച്ച് പകുതി സ്റ്റോറി ഫോണിൽ കൂടെ കൊടുക്കുകയും പകുതി എഴുതി ഫാക്സ് അയക്കുകയും. അത് ഫാക്സ് ഒക്കെ അയക്കാനായിട്ട് എന്ത് പാടായിരുന്നു. ചിലരുടെയൊക്കെ കൈയും കാലും ഒക്കെ പിടിച്ചാണ് ഫാക്സ് എടുത്തത്. അങ്ങനെ ആ ഒരു കാലഘട്ടം അതിപ്പോഴും ആലോചിക്കുമ്പോൾ. അപ്പം എനിക്ക് ഇവിടുന്ന് അന്നത്തെ MD ശ്രീനിവാസൻ, MS ശ്രീനിവാസൻ, അദ്ദേഹം എനിക്കൊരു CTO കാർഡ് എടുത്തു തന്നു. എന്നിട്ട് പറഞ്ഞു ഇത് നീ വെച്ചേക്കൂ, കാരണം അതാകുമ്പോൾ നമുക്ക് പേയ്മെന്റ് പ്രീപെയ്ഡ് ആണ്. അപ്പൊ അതെനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് രാത്രി വല്ലതും അയക്കാനുണ്ടെങ്കിൽ ആ കാർഡ് ഞാൻ കൊണ്ട് CTO കാണും. പക്ഷെ CTOയില് ഇത് കണക്ക് രാത്രി 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ആരുമില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഹേർഡിൽസ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു, ബെയിലിംഗ് ഔട്ട് ഓഫ് നരസിംഹറാവു ഗവൺമെന്റ്. അന്ന് കരുണാകരൻ വന്നിരുന്ന ഞങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു. ഞങ്ങൾക്ക് എതിരെ വിസിറ്റേഴ്സ് ഗാലറിയിൽ സാധാരണ ആൾക്കാരുടെ ഇടയ്ക്ക് വന്നിരുന്നു അദ്ദേഹം. അപ്പം ഞങ്ങളെല്ലാവരും ദേശ് കരുണാകരൻ എന്ന് പറയുകയും ചെയ്തു. എല്ലാവരുടെ കണ്ണും ഇങ്ങനെ അങ്ങോട്ടും പോവുകയായിരുന്നു. പക്ഷെ അദ്ദേഹം വളരെ സാധാരണ ഒരാൾ വന്നിരിക്കുന്ന കണക്കായിരുന്നു. ഹി ഡിഡ് നോട്ട് ഓപ്റ്റ് ഫോർ മറ്റേ സ്പെഷ്യൽ ഗാലറി, വിസിറ്റേഴ്സ് ഗാലറി അങ്ങനെ ഒന്നും ചെയ്യാതെ അന്ന് ഈ കോമൺ ആൾക്കാരുടെ ഇടയിൽ തന്നെ വന്നിരുന്നു. അങ്ങനെ അതൊരു മനസ്സിൽ നിന്ന്. പിന്നെ ഉള്ളത് ഫൂലൻ ദേവിയെ തിഹാർ ജയിലിൽ നിന്ന് റിലീസ് ചെയ്തതിൻ്റെ പിറ്റേന്ന് മലയാളത്തിൽ നിന്ന് ഞാനും അമർ ഉജാല, അവിടുന്ന് വേറൊരു UP പത്രപ്രവർത്തകനും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരുമാണ് ഇവർ ആദ്യമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അതിനുശേഷമാണ് ബാക്കി നാഷണൽ റിലീസ് വരെ വന്നത്. ഇവരൊരു ഫ്രൈഡേ എങ്ങാണ്ടാണ് ഇവർ റിലീസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ സാറ്റർഡേ വിളിച്ചിട്ട് പറഞ്ഞു നിനക്ക് എന്തുകൊണ്ട് വയ്ക്കൂടാന്ന് ചോദിച്ചു.
അച്ഛാ ആർ യു സീരിയസ്? അപ്പോൾ ആ തന്നെ സീരിയസ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനും പോയി. അപ്പം ഞാൻ അവരെ പോയി കണ്ടപ്പോഴും എൻ്റെ ബ്രദർ സുട്ടുവിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അരുണിനെയും കൂടെ കൊണ്ടുപോയി. കാരണം ഇത് അവിടുത്തെ UP സ്ലാങ് നമ്മൾ പറയുന്ന ഹിന്ദി അല്ല. അപ്പം ആ പയ്യനാണെങ്കിൽ അറിയാം, അവൻ ഗാസിയാബാദാണ്. അപ്പം ആ പുള്ളിയെ കൊണ്ടുപോയിട്ട് ആ പുള്ളി ഞാൻ പറയുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇവരുടെ തൊട്ടടുത്ത് തന്നെ ഒരു പോലീസുകാരനുണ്ടായിരുന്നു, ഒരു ബയണായിട്ടുള്ള ഒരു ഗണ്ണും ഒക്കെ പിടിച്ചിട്ട്, റൈഫിൾ. അപ്പം ഞാൻ ഈ പയ്യനെ കൊണ്ട് 3 തവണ ഞാൻ ചോദിച്ചു ഒരേ ഒരു ചോദ്യം, ഇവര് മറ്റേ ബഹുമായി കില്ലിങ്സ് ഉണ്ടല്ലോ, അതിലവർക്ക് പശ്ചാത്താപമുണ്ടോ, അല്ലെങ്കിൽ അത് അവർ ആ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണോ? അപ്പം ഈ പയ്യൻ ചോദിക്കുമ്പോൾ അവര് മറുപടി പറഞ്ഞത് നോ, ഐ ഡിഡ് നോട്ട് കമ്മിറ്റ് ദ ബഹുമായി മർഡേഴ്സ്. ഇത് 3 തവണ ചോദിച്ചു. 4ാമത്തെ തവണ ഞാൻ വീണ്ടും എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇത് ഒന്നുകൂടെ ചോദിക്കുക. അപ്പോഴത്തേക്ക് ഈ പയ്യൻ പറഞ്ഞ്, വത്സ ഞാൻ ഇനി ചോദിച്ചാല് അവർ മിക്കവാറും ആ ബയോണറ്റ് ഇങ്ങനെ പിടിച്ച് വാങ്ങിച്ചിട്ട് ഇവര്. കാരണം വേറൊരു കാര്യം, ഈ ഭൂലൻ ദേവിയെ കുറിച്ച് ഈ നമ്മളെ ഈ സിനിമാ ലോകവും ഈ സാഹിത്യ ലോകവും ഒക്കെ ഒരു തന്ന പിക്ചറേ അല്ലായിരുന്നു അവരെ കണ്ടപ്പം. ഞാൻ തന്നെ അന്തം വിട്ടു, ഇതാണോ പൂലൻ ദേവി? ഇതാണോ നമ്മളെല്ലാരും പേടിച്ച്? അതൊക്കെ എനിക്ക് ഓർമ്മയുള്ളതെന്ന് വെച്ചാല് ഞങ്ങള് ട്രെയിനിൽ യാത്ര ചെയ്യുമായിരുന്നല്ലോ. അപ്പൊ ഈ ചമ്പൽ കാടിൽ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഞാൻ രാത്രി ഇങ്ങനെ കാതോർത്ത് കിടക്കുക, എവിടെ ഈ കുളമ്പടി കേൾക്കുന്നുണ്ടോ എന്നൊക്കെ. കാരണം എവിടെ ട്രെയിനുകൾ അറ്റാക്ക് ചെയ്യാറുണ്ട്. അപ്പൊ ആ സമയത്തൊന്നും സംഭവിച്ചില്ല, എന്നാലും അപ്പോഴ അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇങ്ങനെ ഇവരെ കണ്ടപ്പോ ഒരു സാധാ ലേഡി, സാധാരണക്കാളും വളരെ സാധാരണമായിട്ടുള്ള ലേഡി, ഓർഡിനറി എന്ന് പറയാം. അങ്ങനെ ആ ഒരു ഇതായിരുന്നു. പിന്നെ ഞാൻ അവരെ കാണുന്ന മെമ്പർ ഓഫ് പാർലമെന്റ്. അപ്പൊ അവരെന്നെ കണ്ടുകൊണ്ട് അവര് 1 മിനിറ്റ് നിന്നു, ഞാനും നിന്നു. അവരുടെ കണ്ണുകളിൽ ഞാൻ നോക്കിയപ്പോ ആ പഴയ സ്പാർക്കുണ്ട്. പക്ഷെ അവരെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവർ ജനതാദളിലായിരുന്നു, VP സിംഗിന്റെ. VP സിംഗ് SP ജനതാദളിലായിരുന്നു അവര്. അവരെ ഈ ബാക്കിയുള്ളവരെല്ലാം ഹെക്കിൾ ചെയ്തു. ഈ മറ്റേ ഷൗട്ടിംഗ് ബ്രിഗേഡിലോട്ട് വരാൻ അവരനങ്ങിയില്ല. ഇവര് ആവശ്യത്തിന് മാത്രം സംസാരിക്കുക. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഡൽഹിയിൽ നിന്നൊക്കെ വന്നതിന് ശേഷമാണ് അവരെ വെടിവെച്ച് കൊന്നു എന്നുള്ളൊരു വാർത്ത അറിഞ്ഞത്. ആ സമയത്ത് തന്നെ ഞാൻ കേരളകൗമുദിയിൽ എഴുതുകയും ചെയ്തു. കേരളകൗമുദിയിലാണോ കലാകൗമുദിയിലാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. ആ ഒരു എപ്പിസോഡിനെ കുറിച്ച് അവർ ആദ്യമായിട്ട് ഞാൻ കണ്ടതും പിന്നെ പാർലമെന്റിൽ വെച്ച് കണ്ടതും. എന്തൊരു വൈരുദ്ധ്യം! കോറിഡോർസ് ഓഫ് പവറിൽ വെച്ച് ഇവരെ കാണുകയും അതും ഒരു ട്രെൻഡഡ് ആയിട്ടുള്ള ഒരു ഡാക്കോയിട്ടിന്. അപ്പൊ ആ ഒരു ഇതൊക്കെ മറക്കാനൊക്കാത്ത സംഭവങ്ങളാണ്. പിന്നെ ഞങ്ങള് ഇടപഴകിയതെല്ലാം ലീഡേഴ്സുമായിട്ടാണ്. ഇപ്പൊ വാജ്പേയി, VP സിംഗിന്റെ അവിടെ ആയിരുന്നു ഞങ്ങൾ കൂടുതലും. ബ്രീഫിങ്ങിന് പോവുക, ഇടിച്ചു കയറുക. പിന്നെ ഞാൻ VP സിംഗിന് ഇന്റർവ്യൂ ചേർത്തിട്ടുണ്ട്. അപ്പൊ അതില് പുള്ളിയുടെ 1/2 മണിക്കൂറാന്ന് ചോദിച്ചു, പക്ഷെ ഇറ്റ് വെന്റ് ഓൺ ഫോർ 2 hours. പുള്ളി പറയുന്നു, പുള്ളി എനക്ക് കൊച്ചിലെ കാണിച്ചിട്ടുള്ള ഒരുപാട് ആന്റിക്സ് ഒക്കെ. ഒരു പോസ്റ്റ് ബോക്സിനകത്തുകൊണ്ടൊരു ചത്ത ഡക്കിനെ കൊണ്ടതിനകത്തിട്ട് അത് പുള്ളി വിചാരിച്ചു അത് പോയി നേരെ അങ്ങ് പോയി ഡെലിവേർഡ് ആവും എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ഇത്. അപ്പൊ ഞങ്ങൾ ആ ഡൽഹിയിലാണെങ്കിൽ ഉള്ള ഇതെന്ന് പറഞ്ഞാല് നമ്മൾ ഈ ടോപ്പ് ലീഡർഷിപ്പുമായിട്ടാണ് മിങ്കിൾ ചെയ്യുന്നത്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പം ഇവിടെ ഉള്ളവർക്ക് നമ്മൾ ഈ ടോപ്പ് ലീഡർഷിപ്പ് എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നുള്ള ആ ഒരു ഭയങ്കര ഗ്യാപ്പാണ് ഇപ്പോഴും. നമ്മൾ ഡൽഹിയിൽ, ഞാനിപ്പോൾ 1 വർഷം ഡൽഹിയിൽ നിന്ന് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഐ വോണ്ട് ബി ഏബിൾ ടു മിങ്കിൾ വിത്ത് ദ പൊളിറ്റീഷ്യൻസ് ഹിയർ. കാരണം അവർക്ക് ആ ഒരു കപ്പാസിറ്റി ഇല്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. കാരണം BJP
അന്ന് BJPക്ക് വെറും കുറച്ച് മെമ്പേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വരുന്ന സമയത്തായിരുന്നു വാജ്പേയി ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ട് പക്ഷേ 13 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് മുമ്പ് വാജ്പേയി റിസൈൻ ചെയ്ത് ആ ഒരു എപ്പിസോഡും കണ്ടു ഞാൻ. അത് കണ്ടിട്ടാണ് ഞാൻ പിന്നെ അവിടെ നിന്ന് വരുന്നത്. അങ്ങനെ ഡൽഹിയിൽ പല ഇതും ഈ പിന്നെ ദേവഗൗഡയെ കൊണ്ടുവരുന്നത്. അന്ന് VP സിംഗിന്റെ പിന്നാലെ ഞങ്ങൾ എല്ലാവരും കിടന്നോടി. VP സിംഗ് അവിടെ നിന്ന് ആർക്കും അറിഞ്ഞൂടാ. അതും ഒരു ഡസ്റ്റോമുള്ള ഒരു ദിവസമായിരുന്നു. അന്ന് വൈകുന്നേരമാണ്. നമ്മളെല്ലാവരും വിചാരിച്ചു ലല്ലു പ്രസാദ് യാദവ് ആയിരിക്കും. പക്ഷേ VP സിംഗ് അവസാനം അനൗൺസ് ചെയ്ത ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് ദേവഗൗഡ. അതുവരെ ദേവഗൗഡ എന്ന് പറഞ്ഞ ആളിനെ അറിഞ്ഞേ കൂടായിരുന്നു ആർക്കും. നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിക്സിൽ ആർക്കും അറിഞ്ഞൂടായിരുന്നു. അപ്പൊ എല്ലാരും ദേവഗൗഡ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് ദേവഗൗഡ? അതൊന്നും ഗൂഗിളൊന്നും ഇല്ല, സെർച്ച് ചെയ്ത് നോക്കാൻ. നമ്മൾ വി ഹാവ് ടു ഡു അവർ ഹോംവർക്ക് ബൈ അവർസെൽസ്. അങ്ങനെ ഒരുപാട് അങ്ങനെ ആ സമയത്തൊക്കെ ഒരുപാട് ഹേർഡിൽസും ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ജേർണലിസം കണക്കല്ല അന്നത്തെ ജേർണലിസം. അങ്ങനെ പിന്നെ അത് ഡൽഹിയിൽ വെച്ച് തിഹാർ ജയിലിൽ പോയിരുന്നു. അന്ന് കിരൺ ബേദി ഒരുപാട് റിഫോംസ് കൊണ്ടുവന്നു തിഹാർ ജയിലിൽ. പക്ഷെ അത് നല്ല റിഫോംസ് ആയിരുന്നു. മീൽ ഷ്വാനസും അവരെ ഒന്ന് ഇടിച്ചു താക്കാൻ വേണ്ടി അവരതെല്ലാം നിർത്തിക്കളഞ്ഞു. പക്ഷെ അത് അവർ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഇറ്റ് കുഡ് ഹാവ് ബീൻ എ ഗുഡ് തിങ്. കാരണം അവിടെ ഈ ലേഡീസ് സെല്ലിൽ പോയി കണ്ടാൽ നമുക്ക് തോന്നും നമ്മളൊരു ഉത്തരേന്ത്യൻ ഗ്രാമത്തിൽ ചെല്ലുന്ന എനിക്ക് തോന്നും. അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് അവിടെ. അങ്ങനെ അപ്പൊ ആ ഒരു ഇതും. പക്ഷെ എനിക്ക് ഏറ്റവും പേടിയായത് ആ ഒരു 3rd സെല്ലോ 4th സെല്ലോ ആണ്. ഒരു ഇത് ഡ്രഗ് അഡിക്ഷൻ അല്ല, മറ്റേ പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് ഉള്ള സ്ഥലം അവരിങ്ങനെ കൊണ്ടുപോയിട്ട് പറഞ്ഞു. അപ്പൊ അന്ന് പൊളിറ്റിക്കൽ പ്രിസണേഴ്സായിട്ട് ആരും ഇല്ലായിരുന്നു. പിന്നെ ഡ്രഗ്ഡായിട്ടുള്ള ആൾക്കാരുള്ള സെല്ലിന് അവരെ ഞങ്ങൾ അടുത്തോട്ട് പോകാൻ സമ്മതിച്ചില്ല. അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. അവരെന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞാൽ നമ്മൾ മനസ്സിലത് സ്റ്റിക്ക് ഓൺ ചെയ്യും. അപ്പം അതുകൊണ്ട് പോകണ്ട. അന്ന് ഞാനും IANS എന്നുള്ളൊരു ഒരു ജനറൽമാനും ഉണ്ടായിരുന്നു. അവരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഞങ്ങൾ രണ്ടുപേരായിരുന്നു ഉണ്ടായിരുന്നു തിഹാർ ജയിലിൽ. ഒരു ദിവസം എടുത്തു. 4 സെല്ലുകളും 4 ഇതിലെ സ്ഥലങ്ങളിലാണ്. ശരിക്കും തിഹാർ ജയിൽ എന്ന് പറയുന്ന അവിടെ വിമൻസ് സെല്ലാണ് ഉള്ളത്. അങ്ങനെ അതും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ആ സമയത്ത് നമ്മളെല്ലാം ഈ വർക്കിൽ ഇൻവോൾവ് ആവുമ്പം നമ്മൾ ഐ ഡിഡ്ന്റ് സീ ഡൽഹി ആക്ച്വലി. അപ്പം ഡൽഹി എനിക്ക് എന്താണെന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യാനോ ആ ഒരു ചാൻസ് കിട്ടിയില്ല. നമ്മൾ ടു മച്ച് ഇൻ ടു വർക്ക് ആയിപ്പോയി. പിന്നെ സൺഡേ ഒരു ദിവസം കിട്ടും, അന്ന് എന്തെങ്കിലും ന്യൂസ് ഒരു ഇത് കൊടുക്കും. അതാണ് എനിക്ക് ഈ നോർത്ത് ഇന്ത്യൻ കോണ്ടാക്ട്സ് ഒരുപാട് പേരുണ്ടായ. കാരണം മോട്ടിലാൽ വോറയെ കാണാൻ പോയി. അദ്ദേഹം UP ഗവർണറായിരുന്ന സമയത്ത് ഞങ്ങൾ ലക്നൗവിൽ പോയപ്പം അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹത്തിൻ്റെ വാസ്റ്റ് കളക്ഷൻ ഓഫ് ഈ ഗാന്ധി സ്റ്റാച്യൂസ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇത് നോർത്ത് ഇന്ത്യൻ ജേർണലിസ്റ്റുകളായിട്ട് ആയിരുന്നു എൻ്റെ കമ്പനി. അപ്പം അതുകൊണ്ട് എനിക്ക് പല സംസ്ഥാനങ്ങളിലുള്ള മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, അങ്ങനെയൊക്കെയുള്ള സംസ്ഥാനങ്ങളിലുള്ള ഈ പോളിറ്റിക്സ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായി. അവിടെ എങ്ങനെയാണ്. പക്ഷെ ഇപ്പോൾ അതെല്ലാം ഒരുപാട് മാറിപ്പോയി. ആ ഒരു പഴയ ഇതല്ല, മെൻറ്റാലിറ്റി അല്ല. മാത്രമല്ല അവിടുത്തെ ജനങ്ങൾ മാറി. അവർക്ക് ഡെവലപ്മെന്റ് വന്നു. അന്നതൊന്നും ഡെവലപ്ഡേ അല്ലായിരുന്നല്ലോ. അതെ. പക്ഷെ നരേന്ദ്ര സാറിൻ്റെ എനിക്ക് അത്ര ഗൈഡൻസ് ഇല്ലായിരുന്നു. കാരണം അച്ഛനായിരുന്നു എൻ്റെ ഗൈഡ് അവിടെ. അച്ഛൻ ഇവിടെ ട്രിവാൻഡ്രത്ത് നിന്ന് വിളിച്ച് പറയും. ഫോർ എക്സാമ്പിൾ ശിവഗിരി സംഭവം. ശിവഗിരിയിൽ പോലീസ് കയറിയ അന്ന് രാവിലെ അച്ഛൻ എന്നെ ലാൻഡ് ലൈനിൽ വിളിച്ചിട്ട് പറഞ്ഞു, വത്സ ഇങ്ങനെ ഇത് ഇവിടെ ശിവഗിരിയിൽ പോലീസ് കയറിയിട്ടുണ്ട്, രാവിലെ പോയി കരുണാകരൻ്റെ റിയാക്ഷൻ വാങ്ങിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ രാവിലെ ഇത് അറിഞ്ഞു. ഉടനെ തന്നെ ഡ്രസ് ചെയ്തു. നേരെ കൃഷ്ണമേനോൻ മാർഗിലാണ് അദ്ദേഹം താമസിച്ചത്. അവിടെ പോയി ഇത് റിയാക്ഷൻ വാങ്ങിച്ചു. എന്നിട്ട് ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചു, ഈ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻ.
അപ്പൊ അദ്ദേഹം അതും പറഞ്ഞു തന്നു. അപ്പൊ അതെനിക്ക് 2 സ്റ്റോറിയായി. അങ്ങനെ അത് ഒരു സ്റ്റോറി ആയിട്ട് ഞാൻ കൊണ്ടു. അപ്പൊ ഇവിടെ നമ്മളെ ഓഫീസിൽ ആരും വന്നിട്ടില്ലായിരുന്നു ആ സമയത്ത്. അപ്പൊ അച്ഛൻ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, എന്തായി സ്റ്റോറി എന്ത്. ഞാൻ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ടെലിപ്രിന്റർ ഓപ്പറേറ്റർ വന്നിട്ടില്ല, ശ്രീനി എന്ന് പറഞ്ഞ പയ്യനായിരുന്നു. അപ്പൊ ഞാൻ തന്നെ നേരിട്ട് കീൻ ചെയ്യാണ് ആ സ്റ്റോറി ഫ്രം മെമ്മറി. അത് അന്നൊക്കെ പിന്നെ നമ്മുടെ മെമ്മറി യൂസ് ചെയ്യാൻ ഇത് പഠിച്ചെടുത്ത്. അങ്ങനെ അത് വന്ന് നേരിട്ട് കീൻ ചെയ്യുമ്പോൾ അച്ഛൻ്റെ 101 ഫോൺ കോൾസ്. ഞാൻ അപ്പൊ അന്ന് നരേന്ദ്ര സാറൊക്കെ വന്നപ്പോൾ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. എന്റെ സ്റ്റോറി ആദ്യം ഞാൻ കൊടുത്തത് പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻ, പിന്നെയാണ് ഞാൻ ഇത് കൊടുത്തത്. അപ്പൊ അച്ഛൻ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു എന്താണെന്നുള്ളത്. ഞാൻ അത് സ്റ്റോറി ആയിട്ട് ഇടുന്നുണ്ട്. അവിടെ വേറെ ഒരുപാട് പേര് വന്നിരിപ്പുണ്ട്. അന്ന് ബ്രിട്ടാസും സ്ഥിരം നമ്മുടെ ഓഫീസിൽ വരുന്ന ഒരു മുഖമായിരുന്നു ബ്രിട്ടാസ്. പിന്നെ എക്കണോമിക് ടൈംസിൽ രമേശ്, അങ്ങനെ ഒരു ക്ലൗട്ട് ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും അറിഞ്ഞ INS വന്നതിന് ശേഷമാണ് ഈ ശിവഗിരിയിലെ സംഭവം അറിയുന്നത്. അപ്പൊ നരേന്ദ്ര സാറിനൊരു പിടിയില്ല. അപ്പൊ സാറിൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് സംഭവം എന്ന് ചോദിച്ചു. ഞാൻ മനസ്സിൽ കുറിച്ചിട്ടിരുന്നു, ഞാൻ കൊടുക്കുമെങ്കിലും ഒരു വാക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞു വളരെ അൺഫോർച്ചുനേറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴും പിന്നെ എനിക്കറിയാം പുള്ളി മറ്റേ എക്സ്റ്റൻഷൻ എടുത്ത് വെച്ച് കേൾക്കുമെന്ന്. അച്ഛൻ എന്താ പറഞ്ഞു ഞാൻ വെച്ചാ ടു ടെൽ യു ഇൻ വൺ വേർഡ് ഹി സെഡ് ഇറ്റ് വാസ് അൺഫോർച്ചുനേറ്റ്. ഞാൻ ബാക്കി സ്റ്റോറി ഞാൻ അയക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് അയച്ചു കഴിഞ്ഞു. അപ്പൊ അയച്ചു കഴിഞ്ഞപ്പോൾ എനിക്കറിയായിരുന്നു ആ സ്റ്റോറി അവിടെ ഇരുന്നാൽ ബാക്കി എല്ലാവരും എടുത്ത് പബ്ലിഷ് ചെയ്യും. അങ്ങനെ ഞാൻ എന്ത് വെച്ചാൽ അതിനെ പതുക്കെ കയറി എടുത്തിട്ട് അന്ന് ഞാൻ പ്രോട്ടോകോൾ ലംഘിച്ചു. ശരിക്കും അത് ഓഫീസ് കോപ്പിയാണ്, ഓഫീസിൽ വെക്കേണ്ടതാണ്. പക്ഷെ ഐ ടുക്ക് ദ ലിബർട്ടി ഓഫ് ടേക്കിംഗ് ഇറ്റ് ഹോം. അങ്ങനെ അന്ന് പക്ഷെ എൻ്റെ പണി അപ്പം ഒരു 10-10:30 എൻ്റെ പണി കഴിഞ്ഞ് ഞാൻ അവിടുന്ന് സ്കൂട്ട് ചെയ്തു. പിന്നെ ബാക്കിയുള്ളവർ അവർ പോയി അവരുടേതായിട്ട് പോയി നോക്കട്ടെ എന്ന് വിചാരിച്ചു. അന്ന് എനിക്ക് ആ ഒരു സ്റ്റോറി കിട്ടി. അതും ഇത് കണക്കായിരുന്നു, ഒരു ഫ്ലൂക്കായിരുന്നു. പിന്നെ ശാശ്വതാനന്ദ സ്വാമികളെ ആദ്യമായിട്ട് ഞാൻ കാണുന്നതും ഡൽഹിയിൽ വെച്ചായിരുന്നു. അത് പുള്ളി എങ്ങനെ ഇത്രയും പത്രക്കാരുള്ള INS ബിൽഡിങ്ങിൽ ആരും കാണാതെ വന്നു പോയി എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. ശാശ്വതാനന്ദ സ്വാമിയെ കണ്ടത് ഞാൻ മാത്രമേ ഉള്ളൂ. അന്ന് കലാകൗമുദിയുടെ ഓഫീസ് റൂമിൽ വെച്ചായിരുന്നു ശാശ്വതാനന്ദ സ്വാമികളെ കണ്ടത്. കേരളൗമുദിയുടെ ഓഫീസിൽ വെച്ചല്ലായിരുന്നു. കലാകൗമുദി റൂം നമ്പർ 1 ആയിരുന്നു എൻ്റെ അനക്സിലോട്ടുള്ള. അപ്പം അവിടെ വെച്ച് കണ്ടു, സ്വാമിയായിട്ട് സംസാരിച്ചു. അപ്പോൾ സ്വാമിയുടെ ആ റിയാക്ഷൻ, സ്വാമി എന്താണോ പറഞ്ഞ അതൊക്കെ എടുത്തു. റുട്ടീൻ സ്റ്റോറീസ് അല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു ഇപ്പം ആലോചിക്കുമ്പോൾ തോന്നും ആ ഒരു കോപ്പി വെച്ചിരുന്നെങ്കിൽ. പക്ഷെ അന്ന് പിന്നെ എത്രമാത്രം കോപ്പികൾ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കും. പിന്നെ കരുണാകരൻ്റെ 60ാമത്തെ വാർഷികം, അതൊരു ദിവസം ഇങ്ങനെ കാഷ്വലായിട്ട് അദ്ദേഹമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് പിടികിട്ടിയത്. അന്ന് ആ വർഷം അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിൻ്റെ 60ാമത്തെ വാർഷികമാണ്. അങ്ങനെ അദ്ദേഹമായിട്ടൊരു ഇന്റർവ്യൂ എടുത്തു. ആ ഇന്റർവ്യൂവും കേരളത്തിൽ തന്നെ എഡിറ്റ് പേജിൽ തന്നെ വന്നു. ഹാഫ് പേജോ 3/4 പേജോളം വരുന്ന. അങ്ങനെ അതും ചെയ്തു. ബന്ധമെന്ന് ചോദിച്ചാൽ അതൊരു ഭയങ്കര തമാശയാണ്. എടാ, അച്ഛൻ കരുണാകരനെ എതിർത്തുകൊണ്ടിരിക്കുന്നു, ഞാൻ കരുണാകരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതൊരു വളരെ ഒരു ഇതായിട്ടുള്ള ഒരു സംഭവമായിരുന്നു അത്. പക്ഷെ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ, അദ്ദേഹത്തിന് അറിഞ്ഞൂടാ. പക്ഷെ അദ്ദേഹത്തിന് ഞാൻ ചെന്നാല് ഞാൻ പറയും എനിക്കൊരു സ്റ്റോറി വേണമെന്ന് പറയും, അത് എക്സ്ക്ലൂസീവ് ആയിരിക്കണമെന്ന് പറയും. അപ്പൊ അദ്ദേഹം പറയും ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയും. അതിന് ചിലപ്പോൾ അപ്പം തന്നെ തരും. പക്ഷെ തരുന്നെങ്കിൽ ഒരു സെന്റൻസ് ആയിരിക്കും പുള്ളി തരുന്നത്. ആ ഒരു സെന്റൻസ് വെച്ചാണ് നമ്മളൊരു സ്റ്റോറി മെനഞ്ഞെടുക്കേണ്ടത്. അതിൻ്റെ പശ്ചാത്തലവും എല്ലാം കൂടെ വെച്ചിട്ട് പിന്നെ എന്താ ആവാം അതിൻ്റെ ഇത് ഫ്യൂച്ചർ എന്നുള്ള. പക്ഷെ ആ ഒരു ടൈപ്പ് ഓഫ് ലീഡർഷിപ്പും എല്ലാം പോയില്ലേ. ഇപ്പൊ
ഇപ്പം കോൺഗ്രസിൽ തന്നെ വളരെ ഇതായിപ്പോയില്ലേ. കോൺഗ്രസിലെ ലീഡർഷിപ്പ് ഒന്നും അന്നത്തെ ഒരു ലീഡർഷിപ്പ് അങ്ങനെയൊന്നും ഇല്ല ഇപ്പം, അൺഫോർച്ചുനേറ്റ്ലി. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങനെ ഒരു ആക്റ്റീവ് ആയില്ല, പിന്നെ പൊളിറ്റിക്കലി. പിന്നെ ഈ അനാലിസിസും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ചെയ്യുമായിരുന്നെങ്കിലും ഓഫ് കോഴ്സ് എലക്ഷൻ സമയങ്ങളിൽ അതൊക്കെ ചെയ്യുമായിരുന്നു. കാരണം നമുക്ക് അപ്പോഴും ആ പൾസ് അറിയാമല്ലോ, നോർത്ത് ഇന്ത്യയുടെ പൾസ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് അവർ നല്ലൊരു ഹെൽപ്ഫുൾ ഗ്യാങ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഏത് സംസ്ഥാനത്തിൻ്റെ വേണമെങ്കിലും ചോദിച്ചാൽ നല്ല കറക്റ്റായിട്ടുള്ള റിപ്പോർട്ട് കിട്ടുമായിരുന്നു. അപ്പം അങ്ങനെ ഇരുന്നുകൊണ്ട് എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാൻ ഒത്തിരി. പക്ഷെ ഇപ്പം അവരെല്ലാവരും പല സംസ്ഥാനങ്ങളിലോട്ട് പോയി. ചിലർ ഇപ്പം ഭൂമുഖത്തെ ഇല്ല. അങ്ങനെ എന്നെക്കാൾ സീനിയർ ആയിരുന്നു ഞാൻ. അവിടെ എല്ലാവരുടെയും വളരെ ജൂനിയർ ആയിരുന്നു. അങ്ങനെ പക്ഷെ നല്ലൊരു ഗ്യാങ് ആയിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. പാർലമെന്റിലുള്ള ആയിരുന്നു കൂടുതലും. അച്ഛൻ്റെ ലെഗസി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, കാരണം അച്ഛൻ വാസ് ദെയർ ത്രൂ ഔട്ട്. അപ്പം ഞാനൊരിക്കലും തലയിരിക്കുമ്പോൾ വാലാടുന്നത് ശരിയല്ലല്ലോ. അപ്പം ഞാൻ എപ്പോഴും അച്ഛൻ്റെ പിന്നിൽ തന്നെ ആയിരുന്നു. പക്ഷേ നല്ല ഈ പല പൊളിറ്റീഷ്യൻസും എല്ലാവരും നമ്മൾ ഇരിക്കവെയാണ് വരുന്നതും എല്ലാം. അപ്പം അച്ഛൻ അടുത്തൊരു മുളയൊന്ന് അപ്പുറത്തോട്ട് ചെല്ല്, കാരണം എനിക്ക് മനസ്സിലായി അതേ മറ്റേ സംതിങ് ടു ടോക്ക് അങ്ങനെ. പക്ഷെ അച്ഛനൊന്നും വിട്ടു പറയില്ല. അതാണ് അച്ഛൻ്റെ ഏറ്റവും വലിയ ഗുണം. അച്ഛൻ്റെ ആരൊരു രഹസ്യം പറഞ്ഞാലും അച്ഛൻ അത് വിട്ടു പറയില്ല. അതെന്ത് നമ്മളിങ്ങനെ എങ്ങനെയൊക്കെ ചോദിച്ചാലും ശരി, വിട്ടു പറയില്ല. പിന്നെ അത് അച്ഛൻ്റെ എഡിറ്റോറിയലിൽ കൂടെ അതിനെക്കുറിച്ച് നമുക്കറിയാം. അല്ലെങ്കിൽ അച്ഛൻ അന്ന് അങ്ങനെ റിപ്പോർട്ട്സ് ഒന്നും എഴുതിയിട്ടില്ല, പക്ഷേ നല്ല മെയിൻ റിപ്പോർട്ടേഴ്സിനെ കൊണ്ട് എഴുതിപ്പിക്കുമായിരുന്നു. അപ്പം അതുകൊണ്ട് നമുക്കറിയാമോ ഇന്നതായിരിക്കും, ഇന്നതിന് വേണ്ടിയായിരിക്കും ഇന്നയാൾ വന്നത് എന്നുള്ളത് ഊഹിച്ചെടുക്കാൻ വെക്കും. അച്ഛൻ ബേസിക്കലി അച്ഛൻ്റെ ചുറ്റും എല്ലാവരും ഉണ്ടായിരുന്നു. അത് ഞാൻ ഡൽഹി പോയപ്പോഴും അറിഞ്ഞിരുന്നു. നരേന്ദ്രൻ സാറൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അച്ഛൻ്റെ ചുറ്റും VK മാധവൻകുട്ടി അങ്ങനെ ഒരു ഗ്യാങ് ഉണ്ട്. അവരെല്ലാവരും അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ ബേസിക്കലി ഒരു അന്തർമുഖനായിരുന്നു. അതെനിക്ക് മാത്രമേ അറിയാവുള്ളൂ. അച്ഛൻ ഈ പുറമേ ഒരു ബഹളവും ഇതെല്ലാം കാണിക്കുമെങ്കിലും ഹി വാസ് റിയലി ആൻ ഇൻട്രോവേർട്ട്. അങ്ങനെ പക്ഷെ അച്ഛൻ്റെ ഞാൻ എപ്പോഴും അച്ഛൻ ചെയ്യാൻ ചോദിച്ചത്, അച്ഛൻ ഈസ് ദർ സംതിങ് ഡിസ്റ്റർബിങ് യു? അച്ഛന് ഞാനുമായിട്ട് ഇവിടെ തന്നെ ഇരിക്കാറുണ്ട്. രാത്രിയൊക്കെ ചില ദിവസം രാത്രി ഞാൻ ലേറ്റ് നൈറ്റായിട്ടൊക്കെ ഇരിക്കുമ്പം എന്തെങ്കിലും വാർത്തകൾ ഇങ്ങനെ നമ്മുടെ ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പം അച്ഛൻ ഇങ്ങനെ ഇറങ്ങി വരികയും ഇവിടെ വന്നിരുന്നുണ്ട് ന്യൂസ് വയ്ക്കും. അപ്പം ഞാൻ പിന്നെ അച്ഛൻ എപ്പോഴും ന്യൂസ് വെച്ചാൽ മതിയോ, അച്ഛൻ ഒരേ ന്യൂസ് തന്നെ കാണിക്കുന്നു. അച്ഛൻ ചിലപ്പോൾ ന്യൂസ് ബ്രേക്ക് ഉണ്ടാവാം എന്നും വേണ്ട അച്ഛൻ ഇങ്ങനെ ഇരിക്കും. അപ്പം ഞാനിങ്ങനെ അച്ഛൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ അച്ഛൻ്റെ മുഖത്ത് എന്തോ ഒരു ഷാഡോ ഓഫ് സാഡ്നെസ് ഉണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്താണെന്ന് അച്ഛൻ ഇതേവരെ പറഞ്ഞിട്ടുമില്ല. ഞാൻ 2-3 ചോദിച്ചിട്ടുണ്ട്. അച്ഛൻ അതൊന്നുമില്ല എന്നാണ്. അപ്പം അതെന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അത് എപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് ഇങ്ങനെ കിടക്കും. പിന്നെ അച്ഛൻ്റെ ലെഗസി ഫോളോ ചെയ്യാനായിട്ട് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ദെയർ ഇൻ മൈ ബ്ലഡ്. അവ എപ്പോഴും ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും അത് ഉണർന്നു വരുന്ന ഞാനല്ല, അച്ഛനും പേറ്റയച്ചാച്ചനും പൂർവികർ, അച്ഛൻ്റെ അച്ഛൻ. അപ്പം അവരുടെയൊക്കെ ഇതാണ് എന്നിൽ, എൻ്റെ പേനയിൽ കൂടി, ഇപ്പം പേനയല്ല ലാപ്ടോപ്പും അങ്ങനെയൊക്കെ ഉള്ളതിൽ കൂടെ വരുന്നത്. അങ്ങനെ ഒരു ഇതുണ്ട്. പാടില്ലായിരുന്നു. പാടില്ലായിരുന്നു. അച്ഛൻ അപ്പോഴും അത് പശ്ചാത്താപമൊന്നും ഇല്ല എന്ന് പറഞ്ഞെങ്കിലും അച്ഛനും എവിടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാമായിരുന്നു പാടില്ലായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, സംഭവിക്കേണ്ട എല്ലാം സംഭവിച്ചു.
ഇനിയിപ്പോൾ നമുക്ക് അതിലൊരു പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് കാര്യമില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, അച്ഛൻ കുറച്ചാളും കൂടെ ഇരിക്കുമായിരുന്നു. ആ സമയത്തുണ്ടായിരുന്ന 2-3 സംഭവങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ അച്ഛൻ കുറച്ചാളും കൂടെ ആക്റ്റീവായിട്ടിരിക്കുകയായിരുന്നു. കാരണം അച്ഛൻ എല്ലാം അത് എതിരെ വരുന്ന എല്ലാത്തിനെയും തരണം ചെയ്യുന്നൊരു മെൻറ്റാലിറ്റിയാണ് അച്ഛന്. അത്രയ്ക്ക് ഇന്നർ സ്ട്രെങ്ത് ഉണ്ട്. ആ അച്ഛൻ തളരണമെങ്കിൽ അതിന് മാനസികമായിട്ടുള്ള തളർച്ചയാണ്. ശാരീരികവും മറ്റ് അല്ലാത്ത ഒരു വെല്ലുവിളിയോ ഒന്നും അച്ഛന് വീഴ്ത്തൂല. മാനസികമായ ആഘാതം അത് അച്ഛനുണ്ടായിരുന്നു. അവസാനം അച്ഛൻ പറയുകയും ചെയ്തിരുന്നു. അച്ഛനത് വിട്ടു പറയാതെ, എവിടെയും തൊടാതെ, പറയാതെ പറഞ്ഞു. അതായിരിക്കും നല്ലത്. പറയാതെ പറഞ്ഞു അച്ഛൻ. അതിപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അച്ഛൻ പറയാതെ പറഞ്ഞ കാര്യങ്ങൾ പലതും എനിക്കിപ്പോൾ വ്യക്തമാവുന്നുണ്ട്. അപ്പം അച്ഛന് അവസാനം പോയതും അച്ഛനുമായിരുന്നു. പക്ഷെ അതെനിക്ക് ആദ്യമേ അറിയാമായിരുന്നു. അച്ഛനായിരിക്കും അവസാനം പോകണമെന്ന് എനിക്കറിയാം. പക്ഷെ അത് എങ്ങനെ വന്നു ഭവിക്കുമെന്ന് എനിക്ക് അതിനെക്കുറിച്ചൊരു ഗ്രാഹ്യവും ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് അതിനെക്കുറിച്ചൊരു മനസ്സിലെന്തോ പറയുമായിരുന്നു, അച്ഛനായിരിക്കും അവസാനം പോകണം. അപ്പം ഞാൻ വിചാരിച്ചു, ബാക്കി ഇളയ ആൾക്കാരെല്ലാവരും ഇളയ ആൾക്കാരാണ്. അപ്പം അത്രയും പേരെ ഉള്ളപ്പം, ബാക്കി 3 പേരുള്ളപ്പം അച്ഛൻ എങ്ങനെ അവസാനം പോകും? ഞാൻ തന്നെ എൻ്റെ മനസ്സാക്ഷിയോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ മനസ്സാക്ഷി പറഞ്ഞതായിരുന്നു കറക്റ്റ്. അച്ഛൻ തന്നെ അവസാനം പോയത്. പലതും അച്ഛൻ ഞങ്ങളെ കാണിച്ചു തന്നു. നമ്മളെ കാര്യങ്ങൾ നമ്മളായിട്ട് തന്നെ ചെയ്യണം. അതാണ് അച്ഛൻ പഠിപ്പിച്ചെന്ന ഒരേ ഒരു പാഠം. വേറെ ആരെയും ആശ്രയിക്കുകയോ ഒന്നും ചെയ്തു ആരെയായിരുന്നു ആശ്രയിക്കരുത്. നമ്മളെ സ്വന്തമായിട്ടൊരു വഴി. അതാണ് കലാകൗമുദി. കലാകൗമുദി ജനനം എടുത്തത് അച്ഛൻ്റെ സ്വന്തമായിട്ടുള്ളൊരു വഴിയിൽ കൂടെയാണ്. അല്ലാതെ ആരും പോയ വഴി അച്ഛൻ പോയില്ല. അതാണെന്ന് തോന്നുന്നു എന്നിലുള്ളത്. ആരും ചിന്തിക്കാത്ത ലൈനിൽ കൂടെ ചിന്തിക്കുക. ചിലപ്പോൾ പക്ഷെ അത് ഒട്ടുമുക്കാൽ സമയം അത് കറക്റ്റ് ആവും. കാരണം നമുക്ക് അത് നമുക്ക് ഉള്ളിൽ നിന്ന് കിട്ടുന്നതാണ്. അത് എനിക്ക് എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് പറയാൻ ഒക്കില്ല. പക്ഷെ അത് ഒട്ടുമുക്കാൽ സമയം അത് തന്നെ ആയിരിക്കും ശരി. അപ്പൊ അത് ഞാൻ പഠിച്ചെടുത്തു. അത് അച്ഛൻ്റെ നിന്നും പിന്നെ പ്രാക്ടിക്കൽ നോളജ്. ഈ കാണുന്ന ആൾക്കാർ അല്ല ശരിക്കുമുള്ള ആൾക്കാരെന്നുള്ളതും മനസ്സിലായി. അതുകൊണ്ട് ഇപ്പം നമ്മളെല്ലാവരെയും ഒരു ഹായ് ബായ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പ്രയാസവും ഇല്ല, ആരായിരുന്നാലും. ഇപ്പം ഞാൻ പറയുന്നത്, നമ്മൾ അടുത്ത സുഹൃത്തുക്കളായിരിക്കും അടുത്ത ശത്രുക്കൾ. നമ്മൾ ഏറ്റവും അടുത്ത ബന്ധുക്കളാവാം നമ്മൾ ആദ്യമേ തള്ളി പറയുന്നവർ. അങ്ങനെയൊക്കെ നമ്മൾ ആരുമായിട്ടും അധികം ക്ലോസ് ആവരുത്. നമ്മളെ മനസ്സ് തുറക്കാതിരുന്നാൽ മതി, ഒരു കുഴപ്പമില്ല. ഡിജിറ്റൽ ഇതിലാണ് ഞാനിപ്പോൾ അത് പഠിച്ചെടുത്തോണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് സോ വാസ്റ്റ്. പക്ഷെ അത് നമുക്ക് ഒരാൾക്ക് തന്നെ ചെയ്യാൻ ഒക്കും. അതാണ് ഇപ്പം ഈ പലരും പറയുന്നതായിട്ട് ഞാൻ കേട്ടു, ഈ പ്രിന്റ് ജേർണലിസം തീരാറായി, പ്രിന്റ് ജേർണലിസത്തിന്റെ കാലാവധി കഴിയാറായി. അത് നമുക്ക് ഇമ്പോസിബിൾ ആണെന്നൊക്കെ നമുക്ക് വാദിക്കാം. പക്ഷെ എവറിത്തിങ് വിൽ ഹാവ് ടു എൻഡ് സോ ദാറ്റ് സംതിങ് എൽസ് വിൽ ഇവോൾവ്. ഇപ്പൊ ഒരു ഇല എപ്പോഴും നിൽക്കൂലല്ലോ. ഒരു ഇല വീണാലല്ലേ പുതിയ ഇലയ്ക്ക് വരാനുണ്ടൊക്കുള്ളൂ. അത് കണക്ക് ഈ ഇപ്പോഴത്തെ ജേർണലിസം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പണ്ടത്തെ പ്യൂൺസ് വേണ്ട, പ്രൂഫ് റീഡേഴ്സ് വേണ്ട. ഇപ്പം ഈ AI അസിസ്റ്റഡ് ആകുമ്പോഴത്തേക്ക് ഈവൻ നമുക്ക് AI എടുത്ത് ചോദിക്കാം, ഇന്നൊരു സ്റ്റോറി ഉണ്ട്, അത് ശരിയാണോ തെറ്റാണോ, ആർ വി ബീങ് മിസ്ലെഡ്. നമുക്ക് പണ്ടൊക്കെ ജേർണലിസ്റ്റുകൾക്ക് അബദ്ധം പറ്റുന്നവരാണ്. ചിലപ്പോൾ മിസ്ഇൻഫർമേഷൻ, ഡിസ്ഇൻഫർമേഷൻ അങ്ങനെയൊക്കെ വന്നിട്ട് നമുക്ക് പലതും സംഭവിക്കാം. പക്ഷെ അതിപ്പോഴും സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഇൻഡോ പാക്
കോൺഫ്ലിക്റ്റിൽ തന്നെ നമ്മൾ കണ്ടതാണ്. പക്ഷെ എന്നാൽ കൂടി നമുക്ക് ഇപ്പം ഒരുപാട് AI വന്നതിന് ശേഷം ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു 1.5-2 വർഷത്തിനകത്ത് വെച്ചിട്ടാണ് ഇത്രയും മാറ്റം. എന്നിട്ട് ഇപ്പം പറയുന്നത് എനിക്ക് കേട്ടിടത്തോളം എനിക്ക് തോന്നുന്നത് കറക്റ്റാണ്. കാരണം ഈ 24 hours സാറ്റലൈറ്റ് ചാനൽസില്ലേ, അവരത് സീസ് ചെയ്യും. കാരണം അത് ഈ അപ്പ് ലിങ്കിങ് ഡൗൺ ലിങ്കിങ് എന്നുകൊണ്ട് ഭയങ്കര ഒരു പ്രോസസ്സാണ്. അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. എന്തിനാ അത്? വീട്ടിൽ നല്ലൊരു ഫോണുണ്ട്, ന്യൂസ് അനാലിസിസ് എല്ലാവരും ചെയ്യുന്നതല്ലേ, എല്ലാവരും അനാലിസിസ് അല്ലേ ചെയ്യുന്നത്. പിന്നെ ഒരു ദിവസം ചെയ്യാനായിട്ട് അത്രയ്ക്ക് വേണ്ടിയുള്ള വാർത്തകൾ ലോകത്ത് എവിടെയും ഇല്ല. ഇപ്പം നമുക്കിവിടെ ആകെ ഏഷ്യാനെറ്റ് പോണ ആളുടെ പിന്നാലെയാണ് ഒരു കടുവ, അല്ലെങ്കിൽ ആന, അല്ലെങ്കിൽ ഒരു കാട്ടുപോത്ത്. അതെല്ലാം പിന്നെ ഏഷ്യാനെറ്റ് വേറെ ഒന്നുമില്ല കാണിക്കുക. ആനകളുടെ പിന്നാലെയാണ് ഏഷ്യാനെറ്റ് പോണത്. അല്ലെങ്കിൽ നമ്മൾ ഒരു പയ്യൻ ശിരൂരിൽ പോയി, ആ പയ്യന്റെ പിന്നാലെ പോയി, അവിടെ പോയി അങ്ങ് വെച്ചോണ്ട് രാവിലെ മുതൽ രാത്രി വരെ. അന്നൊക്കെ ലൈവ് ടെലികാസ്റ്റ് ആണ്. പണ്ടൊക്കെ ലൈവ് ടെലികാസ്റ്റിന് ഭയങ്കര എക്സ്പെൻസീവ് ഫെയർ ആയിരുന്നു. ദൂരദർശൻ ഇവിടെ തുടങ്ങുന്ന സമയത്ത് ലൈവ് ടെലികാസ്റ്റ്. ഇപ്പോഴാണ് അങ്ങനെയല്ല, അവരവിടെ വെച്ചോണ്ട് അങ്ങ് പോവുകയാണ് ക്യാമറ. അപ്പൊ അങ്ങനെ ഒരുപാട് മാറ്റം വന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഡിജിറ്റൽ മീഡിയ വന്നു. എവറി പേഴ്സൺ ഹാസ് ഗോട്ട് ദെയർ ഓൺ വ്യൂസ്. സോഷ്യൽ മീഡിയ അത് വേറൊരു പ്ലാറ്റ്ഫോമായി മാറി. അതിൻ്റെ കൂടെ ആൾക്കാർ എയർ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഒരാൾക്കൊരു ഇൻജസ്റ്റിസ് സംഭവിച്ചാൽ അതിൽ കൂടെ എയറി. എൻ്റെ ഒരു ഫോൺ കേടായി, ഞാനത് ഉടനെ തന്നെ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിലിട്ടിട്ടു സോഷ്യൽ മീഡിയയിൽ. ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഉണ്ടായി. അപ്പൊ അതാണ് സോഷ്യൽ മീഡിയ. അപ്പൊ നമ്മൾക്ക് വേറെ ഒരു മീഡിയയുടെയും ഒരു പത്രത്തിന്റെയും ഒന്നിന്റെ ആവശ്യമില്ല. അതെ, പക്ഷെ അതൊരു വേറൊരു സ്വഭാവത്തിലായിരിക്കും. കാരണം ഇപ്പം നമ്മൾക്ക് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഇൻട്രസ്റ്റിനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ ശ്രമിക്കും. ഇപ്പൊ എനിക്കിപ്പം ഏതെങ്കിലും ഒരു പാർട്ടിയായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയായിട്ടോ ആണ് എനിക്ക് കൂടുതൽ ലീനിങ്. അപ്പം എൻ്റെ ചായ്വ് അനുസരിച്ച് എനിക്ക് അവരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വരാം. അവർക്ക് നെഗറ്റീവ് സൈഡ്സ് ഉണ്ടാവാം, പക്ഷെ ആ നെഗറ്റീവ് സൈഡ്സ് മാറ്റിയിട്ട് എനിക്ക് അവിടെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ മാത്രം പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വരാം. നെഗറ്റീവ് സൈഡ്സ് ബാക്കിയുള്ളവർ പറയട്ടെ എന്ന് വയ്ക്കുക. അപ്പൊ ആ ഒരു ഇതിൽ വരുമ്പോൾ ട്രെൻഡിൽ വരുമ്പോഴത്തേക്ക് ഇപ്പൊ എവരി വൺ ഇസ് ഇപ്പൊ ന്യൂസ് ബ്രേക്കിംഗ്. ഓരോ ന്യൂസ് ബ്രേക്കിംഗ് ഇപ്പൊ ആപ്പിൾ തന്നെ ആ ട്രംപ് പറഞ്ഞു. അതെങ്ങനെയാണ് ലോകം മനസ്സിലാക്കിയ? ട്രംപ് പ്രസ് കോൺഫറൻസ് വിളിച്ചോ? എക്സിലിട്ടു. എക്സ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ, സോഷ്യൽ പ്ലാറ്റ്ഫോമാണത്. അവിടുന്ന് ട്രെൻഡിങ് ആയി വലിയതായി ഇഷ്യൂ ആയി മാറിയില്ലേ? ഇപ്പം ആൾക്കാർ ഇപ്പം എന്തിന് ടർക്കിയുടെ ആപ്പിൾസ് ഇപ്പൊ ഇന്ത്യയിൽ വേണ്ട. ടർക്കി എന്നുള്ള ഇത് മാർബിൾ അത് വേണ്ട. ആ തീരുമാനം എടുത്തത് ഇവിടുത്തെ മാർബിൾ ഇമ്പോർട്ടേഴ്സ് അസോസിയേഷനാണ്. അവരെന്നെ തീരുമാനിച്ചു. നമ്മുടെ രാജ്യം നേഷൻ ഫസ്റ്റ്. അപ്പൊ അങ്ങനെ ഈ നേഷൻ ഫസ്റ്റ് എന്നുള്ളൊരു വികാരവും ഈ സോഷ്യൽ മീഡിയ കാരണം വന്നു തുടങ്ങി. ഇപ്പൊ മേക്ക് അമേരിക്ക ഗ്രേറ്റ്, മേക്ക് ഇന്ത്യ ഗ്രേറ്റ്. അപ്പൊ എല്ലാവർക്കും അങ്ങനെ ഒരു ഫീലിംഗ് വന്നു തുടങ്ങി. ഇപ്പൊ നമ്മുടെ രാഷ്ട്രം, നമ്മുടെ രാജ്യം എന്നുള്ളൊരിത്. അത് പണ്ടത്തെ ഒരു അന്ന് ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇങ്ങനെ ഇന്റർ ബോർഡർ നമ്മുടെ ബോർഡർ കോൺഫ്ലിക്ട്സ് അന്ന് അത്ര ഇല്ലായിരുന്നു. പാകിസ്ഥാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇരുന്നുകൊണ്ട് ചെറിയെന്നല്ലാതെ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, എല്ലാവരും ഫുള്ളി ആംഡാണ്, ന്യൂക്സ് ഉണ്ട്. ഇപ്പൊ നമുക്ക് തന്നെ അറിഞ്ഞുകൂടായിരുന്നു നമുക്ക് ഇത്രയും കപ്പാസിറ്റി ഉള്ള സംഭവങ്ങൾ ഇന്ത്യയിൽ ഇൻഡിജിനിയസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത സംഭവങ്ങളുണ്ടോന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. നമുക്ക് ആകെ അറിയാവുന്ന ബ്രഹ്മോസ് ആണ്. ബ്രഹ്മോസിന്റെ ഇവിടെ ഉണ്ട്.
അല്ലെങ്കിൽ നമ്മൾ പോലും അറിയില്ലായിരുന്നു ബ്രഹ്മോസിനെ കുറിച്ച്. പിന്നെ INS വിക്രാന്ത് ആണ്, അത് കൊച്ചിയിൽ നിന്നാണ് പിന്നെ ഷിപ്പ് ബിൽഡിംഗ് യാർഡിൽ നിന്നാണ് അത് പിന്നെ നിർമ്മിച്ചെടുത്തത്. അപ്പൊ ഇതെല്ലാം ഇന്ത്യയിൽ മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. അപ്പൊ നമുക്ക് ആ മേക്ക് ഇൻ ഇന്ത്യ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനത് പല ഏരിയയും നോക്കുകയാണ്. സ്പെസിഫിക് ആയിരിക്കും, പക്ഷെ എന്നാലും ഇപ്പൊ അങ്ങനെ സ്പെസിഫിക് ആവണ്ട. പണ്ട് നമുക്കൊരു ഓരോ ഏരിയാസിന് ആൾക്കാരുണ്ട്, ഇപ്പൊ അങ്ങനെ വേണ്ട. ഇപ്പൊ എനിക്കൊരു ഡിഫൻസ് സ്പെഷ്യലിസ്റ്റിനെ അറിയാമെങ്കിൽ എനിക്ക് അദ്ദേഹത്തിന് ചോദിച്ചാൽ മതി, എനിക്ക് ഡിഫൻസിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാവും, മീൻ പെർമിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് ഇപ്പൊ നമ്മൾ ആർ വി സഫീഷ്യൻറ്റ്, ക്യാൻ വി ടേക്ക് ഓൺ ദ വേൾഡ്, ആർ വി ഗ്രോയിങ്, നമുക്കറിയാവും. അപ്പൊ അതൊക്കെ അറിയാം. അപ്പൊ നമ്മളിപ്പം പണ്ടൊക്കെയാണ് ഇപ്പം പൊളിറ്റിക്കൽ കറസ്പോണ്ടൻസ്, ഇപ്പം മറ്റേ നമുക്ക് ഓരോ ബീറ്റ്സ് ഇല്ലേ, ഇപ്പൊ ഹോസ്പിറ്റൽ ബീറ്റ്, പോലീസ് ബീറ്റ്, ഇപ്പൊ അങ്ങനെ ആവശ്യമില്ല. കോർട്ട് ബീറ്റ്, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ബീറ്റ്സ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം എനിവൺ ക്യാൻ റൈറ്റ് അബൌട്ട് എനിത്തിങ്. നമുക്ക് ലാംഗ്വേജ് ഉണ്ട്, നമുക്ക് തിങ്കിങ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമുക്കത് എഴുതാം, പറയാം. ഇപ്പൊ എല്ലാരും പറയല്ലേ ഇന്ന്, അവരോട് ചാനലിൽ കൂടെ പറയണേ ഇന്ന് സംഭവങ്ങള്. പിന്നെ ഇപ്പൊ സയൻസ് ആൻഡ് ടെക്നോളജി അതിൽ തന്നെ ഒരുപാട് അവര് പുരോഗമിക്കുന്നുണ്ട്. പക്ഷെ എത്ര പേർക്കറിയാം, നമ്മൾ ഈ കേരളത്തിലുള്ള എത്ര പേർക്കറിയാം? ഒരു ഡയർ ഫോക്സ് എന്ന് വേണ്ട 75,000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഫോക്സിന്റെ DNA ഇത് ഒരു അമേരിക്കൻ ലാബ് അവരതിനെടുത്ത് അതിനെ എഡിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അവരുടെ പെറ്റ് ഡോഗ്സിന്റെ DNA കൂടെ വെച്ച് എഡിറ്റ് ചെയ്തിട്ട് അവരതിനെ ക്രിയേറ്റ് ചെയ്തു. പക്ഷെ അവര് ജുറാസിക് പാർക്ക് കണക്കാൻ വെളിയിലോട്ട് വിടുന്നില്ല, അതിൻ്റെതായ ഒരു എൻവയൺമെന്റിലിട്ട് അതിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ആ ഒരു ലെവൽ വരെ എത്തിയെന്നാണ് ഞാൻ പറയുന്നത്. ഈ ഇതിപ്പോ ഇലോൺ മസ്ക് പറയുന്നത് നമുക്ക് വി ഷുഡ് ഗോ ടു മാസ് എന്നൊക്കെ പറയുന്നെങ്കിൽ അത് ഇറ്റ് ഇസ് നോട്ട് ആൻ ഇമ്പോസിബിലിറ്റി. കാരണം ഞാൻ ചോദിക്കട്ടെ, പണ്ട് രാമായണം എഴുതുന്ന സമയത്ത് വാൽമീകി വിചാരിച്ചോ നമ്മൾ പറന്നു നടക്കുമെന്ന്? പുഷ്പക വിമാനം റെഫറൻസ് ആദ്യമായിട്ട് വന്നിരിക്കുന്ന രാമായണത്തിലാണ്. അന്ന് ആരെങ്കിലും വിചാരിച്ചു നമുക്ക് മനുഷ്യനെ ഇപ്പൊ ഇങ്ങനെ പറന്നു നടക്കാക്കുന്നു? അതുപോലെ ഇനിയിപ്പം EVs വന്നു, ഇലക്ട്രിക് വെഹിക്കിൾസ് വന്നെന്ന് പറഞ്ഞാൽ പിന്നെന്താ, ഡ്രൈവർ ഇല്ലാത്ത കാർ. ടെസ്ല മൊത്തം അതല്ലേ, ഡ്രൈവർ ഇല്ലാത്ത കാർ വരുന്നു. അപ്പൊ ഡ്രൈവർ എന്ന് പറയുന്ന ഒരു കഥാപാത്രവും ഇല്ലാതാവുന്നു. അപ്പൊ എത്ര പേര് ഡിസ്പ്ലേസ്ഡ് ആയി? ഫാക്ട് ചെക്കിങ് ഭയങ്കരമായിട്ട് ചത്തു. കാരണം ഞാൻ തന്നെ ഇന്ന് ഒരുപാട് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചോദിച്ചു. അപ്പൊ അത് പറഞ്ഞ ആസ് ഓഫ് ടുഡേ, ഇന്നത്തെ ഡേറ്റ് വെച്ചിട്ട് അത് പല ഇതും കോട്ട് ചെയ്തിട്ട് പറഞ്ഞു, ദിസ് ഇസ് നോട്ട് പോസിബിൾ ആസ് ഓഫ് നൗ ബട്ട് ഇറ്റ് മേ ബി പോസിബിൾ. അപ്പൊ പാകിസ്ഥാന്റെ ഫേറ്റ് ഓഫ് പാകിസ്ഥാൻ ആസ് ഓഫ് നൗ ഇപ്പം വേൾഡ് ബാങ്കും മറ്റൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആസ് ഓഫ് ടുഡേ ഇറ്റ് ഈസ് unlikely, but we can't say highly unlikely or impossible. അതാണ് പാകിസ്ഥാന്റെ. ഞാൻ വെറുതെ ഇങ്ങനെ നോക്കി. കാരണം ബലൂചിസ്ഥാൻ അവരുടെ ഫ്രീഡം അവര് പ്രൊക്ലെയിം ചെയ്യുന്നു, ആരും ഒന്നും മിണ്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ബ്രേക്ക് അവേ നേഷൻസും അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ വരുമ്പം എനിക്ക് തോന്നുന്നു ഈ ലോകം മൊത്തം ഒരു വൺ ഗ്ലോബൽ വില്ലേജ് ആയിട്ട് മാറും. പക്ഷെ ഈ അമേരിക്കയിലെ ട്രംപും അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് സംഗതികൾ കൂട്ടിക്കുഴയ്ക്കുന്നത്. കാരണം ട്രംപ് ഇസ് ബേസിക്കലി ഞാൻ കണ്ടെടുത്തോളം ഹീസ് ജസ്റ്റ് എ ബിസിനസ് മാൻ. അദ്ദേഹത്തിന് യുദ്ധങ്ങളെന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പുള്ളി അവിടെ കാണുന്ന എന്താണ്, ഒരു ഡീലാണ്. ഇപ്പൊ ഗാസ തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. സൗദി എന്താന്ന് പറഞ്ഞ പാലസ്തീനിയൻസിന് അവര് അക്കോമഡേറ്റ് ചെയ്യണം. അദ്ദേഹം എന്താണ് വി ക്യാൻ തിങ്ക് അബൌട്ട് ഇറ്റ്, ബട്ട് നമുക്ക് ഡീല്. അപ്പൊ പുള്ളി എല്ലാം ഡീൽസ് ആയിട്ടാണ് കാണുന്നത്. ഇപ്പൊ ഖത്തറിൽ പോയി, ഖത്തറിലെ രാജകുടുംബത്തിന് എന്താണ് ആവശ്യം? സിമ്പിൾ ആയിട്ട് അവർക്ക് സുരക്ഷയാണ് ആവശ്യം.
അദ്ദേഹം കൊടുത്തു. അപ്പൊ ഖത്തറിന് ഒരു 4000 $400 വരുന്ന $1 ബില്യൺ വരുന്ന ഒരു പ്ലെയിൻ കൊടുത്തു, 7878. അപ്പൊ അത് അങ്ങനത്തെ ഒരു ഇത്, അത് അദ്ദേഹത്തിന് പ്രസിഡൻസി കഴിഞ്ഞാലും അദ്ദേഹത്തിന് വെച്ചേക്കാം എന്നുള്ള ഒരു വ്യവസ്ഥയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത്രമാത്രം മാറിപ്പോയി. എനിക്ക് എൻ്റെ കാര്യം മാത്രമേ പറയാൻ ഒക്കുള്ളൂ, ബ്രദറിന്റെ കാര്യം എനിക്ക് പറയാൻ ഒക്കില്ല. അവൻ എൻ്റെ ഡിഫറെന്റ് എൻറ്റിറ്റിയാണ്. അവൻ്റെത് അവൻ തന്നെ പറയുന്നതായിരിക്കും നല്ലത്. പിന്നെ എനിക്കാണെങ്കിൽ അറ്റ് ദ ബേസ് ഓഫ് എവറിത്തിങ് അച്ഛൻ എന്നുള്ള ഒരു അച്ഛന് കിട്ടിയ പാഠങ്ങൾ നമുക്കത് ഒരിക്കലും മറക്കാൻ ഒക്കില്ല. കാരണം അത് നമ്മളുടെ ബ്ലഡിന്റെ കളറ് മാറ്റാൻ ഒക്കുമോ എന്ന് ചോദിക്കുന്ന കണക്കാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു വാർത്ത കേട്ടാലും അത് എടുത്തിയാടി ഞാൻ ഒരിക്കലും കൊടുക്കൂല. ഇറ്റ് ഇസ് ബെറ്റർ ടു ബി ലേറ്റ് ദാൻ കമ്മിറ്റ് എ മിസ്റ്റേക്ക്. അപ്പൊ അച്ഛൻ പറഞ്ഞപ്പോ ഒമിഷൻ ഇസ് ബെറ്റർ ദാൻ കമ്മിറ്റിങ്. നമ്മൾ ഒമിറ്റ് ചെയ്ത് കളഞ്ഞാലും കുഴപ്പമില്ല. ഇപ്പൊ ചില ദിവസങ്ങളിൽ എനിക്കൊരു വാർത്ത കിട്ടും, പക്ഷെ അത് ചിലപ്പോൾ ഇൻക്രെഡിബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് ചിലപ്പോൾ ഏഷ്യാനെറ്റ് ഇടുന്നത് ഞാൻ എൻ്റെ കയ്യിൽ കിട്ടി ഒരു 6-7 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ഏഷ്യാനെറ്റ് ഇട്ടുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കുമ്പോൾ ഐ ഹാഡ് ദിസ് ഫസ്റ്റ്, അപ്പോഴേ ഞാൻ കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ അതെനിക്ക് ആ ഫാക്ട് ചെക്ക് ചെയ്യാൻ ഒക്കില്ലാണ്. ടിപ്പിക്കലി ലോക്കൽ ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും. അപ്പം നമുക്ക് അതിൻ്റെ ഫാക്ട് ചെക്ക് ചെയ്യാൻ ഒക്കില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതിലാണ്. പിന്നെ ബി ഓണസ്റ്റ്, അതാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. ബി ഓണസ്റ്റ് ഇൻ യുവർ പ്രൊഫഷൻ, വാട്ട് എവർ ബി ഇറ്റ്, ബി ഓണസ്റ്റ്. ആരുടെ ഒന്നും പിടിച്ചു പറിക്കാതെ നമ്മളെ കാര്യം നോക്കി കഴിയുക, അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരിതും. ഇപ്പോഴത്തെ ഈ AI-യും എല്ലാം ഉള്ള ഈ ഒരു ലോകത്ത് അതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ അച്ഛൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം പോണ സ്ഥലം തന്നെ അച്ഛൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് ട്രിവാൻഡ്രം പ്രസ് ക്ലബ്. പ്രസ് ക്ലബ്ബ് അച്ഛൻ്റെ ഐഡിയ ആയിരുന്നു. കാരണം പ്രസ് ക്ലബ്, ഡൽഹിയിലെ പ്രസ് ക്ലബ്ബ് വാസ് വിതിൻ മിനിറ്റ്സ് ഓഫ് വാക്കിംഗ്. ഇപ്പൊ നടന്നാണെങ്കിലും ഒരു സ്കൂട്ടറിലാണെങ്കിലും 5 മിനിറ്റ് പോയി വരാം. അങ്ങനത്തെ അപ്പൊ അത്രയും പ്രോക്സിമിറ്റി ഉണ്ട്. അത് ഞാൻ കേട്ടിടത്തോളം പണ്ട് അച്ഛൻ തന്നെ ആൾജാമ്യം കൊണ്ട് നിന്നിട്ടാണ് ആ സ്ഥലം കിട്ടുന്നത് തന്നെ, ആ കണ്ണായ സ്ഥലം. അതൊക്കെ ഇത് പലരും പറഞ്ഞും അങ്ങനെയൊക്കെയാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അച്ഛൻ ഒരിക്കലും ഞങ്ങൾക്ക് പറഞ്ഞിട്ടില്ല. അച്ഛനോ പേട്ടയിൽ അച്ചാച്ചൻ്റെ മഹത്വം പോലും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. എനിക്കറിഞ്ഞുകൂടായിരുന്നു. ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിഞ്ഞുകൂടായിരുന്നു. കാരണം നമുക്ക് അച്ചാച്ചനായിരുന്നു. ഇപ്പൊ എൻ്റെ അച്ഛൻ ആണെങ്കിലും അച്ഛനായിരുന്നു. പിന്നെ കാട്ടുകള്ളന്മാർ, പിന്നെ ആ ഒരു ഇതൊക്കെ ആസ്പെക്റ്റ് ഒക്കെ വെച്ചിട്ടാണ് പിന്നെ നമുക്കും ആ ഒരു ഇതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അച്ഛൻ്റെ കോൺട്രിബ്യൂഷൻസ് ആർ ദേർ ഇൻ ട്രിവാൻഡ്രം. അത് ആർക്കും മാച്ചു കളയാൻ പറ്റുന്നതല്ല. കാരണം പ്രസ് ക്ലബ്ബാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ സാക്ഷ്യം. കാരണം അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇവിടെ പ്രസ് ക്ലബ്ബ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന്. ഡൽഹിയിൽ നിന്ന് ഇങ്ങനെ വന്നപ്പോൾ അത് അച്ഛൻ ചെയ്യുകയും ചെയ്തു. അപ്പൊ നിങ്ങളൊക്കെ വൈകുന്നേരം അങ്ങോട്ട് പോകുമ്പോൾ അതിനെ കുറിച്ച് ആലോചിക്കണം, ഒരു നിമിഷമെങ്കിലും ആലോചിക്കണം ആ പടി ചവിട്ടി കയറുമ്പോൾ. പിന്നെ അച്ഛൻ്റെ എഡിറ്റോറിയൽസ് ഉണ്ട്, അതെല്ലാം ഒരു ബുക്കാക്കിയിട്ടുണ്ട്. ബുക്കായിട്ട് ഇറക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് മറ്റേ സ്വർഗം ഭൂമിയിലെത്തേക്ക്. പേട്ടിൽ അച്ചാച്ചൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വർഷത്തെ ഇത് സാഹിത്യ അക്കാദമിയുടെ അതിൽ കൊടുക്കാൻ. അച്ഛൻ കൊടുത്തില്ല. അതൊക്കെ അച്ഛന് ഒരു കുറച്ചിൽ കണക്കാണ്. അപ്പൊ അച്ഛന് ഒരു കമ്മ്യൂണിസവും മനസ്സിൽ കമ്മ്യൂണിസവും, എന്നാൽ ചുറ്റും ഫ്രണ്ട്സ് എല്ലാവരും കോൺഗ്രസ്സുകാരുമാണ്. അതായത് അച്ഛൻ്റെ ഒരു നമുക്കത് എങ്ങനെയെന്ന് പറയാൻ ഒക്കില്ല. അച്ഛൻ്റെ ഐഡിയോളജി എല്ലാം കമ്മ്യൂണിസമായിരുന്നു, പക്ഷെ അച്ഛൻ്റെ ചുറ്റും കോൺഗ്രസ് ആയിരുന്നു. AK ആന്റണി, അങ്ങനെയുള്ള വയലാർ രവി. അവർ എവരെയൊക്കെ കാണുമ്പോൾ അങ്കിൾ എന്നാണ് വിളിക്കുന്നതാണ്. കൊച്ചിലെ അങ്ങനെയല്ലേ വിളിച്ചു വന്ന്. ഞാനൊന്നും എഴുതിയിട്ടില്ല, ഒരുപാട് എഴുതി കളഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എന്നിട്ട് ചിലതൊക്കെ ഓർമ്മയെന്ന് എഴുതിയെടുക്കാൻ ശ്രമിക്കും. അച്ഛനും ഒരു ബുക്ക് എഴുതണമെന്ന് അവസാനം ഉണ്ടായിരുന്നു.
അതിൻ്റെ ചാപ്റ്റേഴ്സ് ഒക്കെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പിന്നെ നമ്മളെ KP അപ്പൻ സാറില്ലേ, KP അപ്പൻ സാറും എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് MS മണിയെ കുറിച്ചൊരു ബുക്ക് പബ്ലിഷ് ചെയ്യണം. അതിലെങ്ങനെ വേണമെന്നുള്ള എല്ലാം സാറ് പറഞ്ഞു. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞ് 1.5 ആഴ്ചയ്ക്കകം സാറ് പോയി. സാറ് ഗൈഡ് ചെയ്യാന്ന് പറഞ്ഞു. KP അപ്പൻ സാറാണ് അച്ഛൻ്റെ അന്തർമുഖത്തിനെ കുറിച്ച് ആദ്യമായിട്ട് നോട്ട് ചെയ്തതും പറഞ്ഞത്. അച്ഛൻ്റെ ഈ ചിരികൾ അച്ഛൻ്റെ കണ്ണിലെത്താറില്ല. നമ്മൾ കാണുമ്പോൾ മുഖമെന്ന് വെച്ചാൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷെ അത് കണ്ണിലോട്ട് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് നോക്കി അച്ഛൻ്റെ കണ്ണിലെത്താറില്ല. ഹസ്ബൻഡ് അറിയാലോ, ഭാസ്കരേന്ദ്രൻ, പുള്ളി കേരളമുദിയിലായിരുന്നു, റിട്ടയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് സിനിമയും കഥയും പിന്നെ അല്ലാതെ എഴുത്തുമൊക്കെ ആയിട്ട് നിൽക്കുന്നു. പുള്ളിയാണ് എൻ്റെ ഗൈഡ്. ഇപ്പം പല കാര്യങ്ങളിലും പുള്ളിയാണ് എനിക്ക് ഗൈഡൻസ് തരുന്നത്. പിന്നെ എൻ്റെ അമ്മ, ഇവർ രണ്ടുപേരുമാണ് എൻ്റെ ഗൈഡൻസ്. പിന്നെ എൻ്റെ 3 മക്കള്. PSS ഡോക്ടർ കസ്തൂരിബായി, ഡോക്ടർ D കസ്തൂരിബായി. അമ്മയെ കണക്കൊരു പ്രൊഫസറുണ്ട്. ഞാൻ പറയും, അമ്മ പണ്ടൊക്കെ വീട്ടിൽ വരുമ്പോൾ പറയും, അമ്മയുടെ പ്രൊഫസറിന്റെ ഇത് അങ്ങ് കോളേജിൽ കളഞ്ഞിട്ട് വാ, വീട്ടിൽ വന്ന് ഞങ്ങൾ അമ്മയായിട്ട് നിൽക്കും, ഭയങ്കര സ്ട്രിക്റ്റാ. അങ്ങനെ. പിന്നെ മക്കള് വൈശാഖന് ഞാനിപ്പോൾ എന്ത് വന്നാലും എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവം ഉണ്ടെങ്കിൽ ഞാൻ വൈശാഖിനെ അറിയിക്കും. അവൻ ലോയറാണ്, കോർപ്പറേറ്റ് ലോയർ. പിന്നെ രണ്ടാമത്തത് വിസ്മയ്, അവനും ജേർണലിസമാണ്. പക്ഷെ അവൻ ഇപ്പം ഈ ന്യൂ മീഡിയ അങ്ങനെ അതിൻ്റെ ക്യാമറയുടെ ഇതിലാണ് അവൻ്റെ ഇൻട്രസ്റ്റ്. പിന്നെ ഇളയാള് വൈഭവ്, അവൻ മെഡിസിൻ, അവൻ്റെ ഇൻട്രസ്റ്റ് മെഡിസിനാണ്. അവൻ ടിബ്ലീസിയിൽ ജോർജിയ നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു.